പണ്ട് കാലത്താണെങ്കിൽ ഓട്ടോമേഷൻ വേണമോ, നിങ്ങൾ വയറിംഗ് സ്റ്റേജിൽ തന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചിരിക്കണം. അതുകൊണ്ടാണ് ആ സമയം മുതൽ പുറം രാജ്യങ്ങളിൽ ELV കൺസൾട്ടന്റിന്റെ ഇമ്പോർട്ടൻസ് വന്നത്. കുറുവ സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം വന്നിട്ട് പല രീതിയിലും അക്രമങ്ങൾ അഴിച്ചുവിട്ടു, മോഷണങ്ങൾ നടത്തി. CCTVയിൽ ഇവൻ അവരെ കുടുങ്ങി. പക്ഷെ അതാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ELV കൺസൾട്ടന്റ് എന്നുള്ളത് പുതിയൊരു ജോബാണോ, അല്ല ഇത് ഒരുപാട് കാലമായിട്ട് ഇവിടെ ഉണ്ടോ? 2030 ഇന്ത്യ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറയുന്നത്. ശരിക്കും അതിൽ പുള്ളി ഒരു സ്പെക്സ് വെച്ചിട്ടുണ്ട്. ആ സ്പെക്സ് ശരിക്കും കംപ്ലീറ്റ് ഒരു ഫോണാണെന്ന് പറയുന്നത്. AI ക്യാമറ എന്നുള്ളതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെ MVD വെച്ച AI ക്യാമറയാണോ? ചൈനീസ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ കാരണം കൊണ്ട് നമുക്കൊരിക്കലും അത് മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് ഫാക്ടറീസ് ഒക്കെ ഉള്ളത് ഇപ്പോഴും ചൈനയിലൊക്കെ തന്നെയാണ്. ഡിജിറ്റൽ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സെക്യൂരിറ്റി അല്ല ശരിക്കും അതിൽ വരുന്നത്, കൺവീനിയൻസിന് വേണ്ടി വെക്കുന്നതാണ്. ഞാൻ എങ്ങനെയാണ് എനിക്ക് പറ്റിയ ഒരു ELV കൺസൾട്ടന്റിനെ ചൂസ് ചെയ്യുക? കമ്പാരിറ്റീവ്ലി ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലേബർ കോസ്റ്റ് ചൈനയിൽ ഇവിടെയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നുള്ളത് അവൈലബിലിറ്റി ആണ്. ഇപ്പോൾ ഹോം ഓട്ടോമേഷൻ്റെ കാര്യം ഇൻ പെർട്ടിക്കുലർ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 5-10 years കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഓൾ ഓവർ ദ വേൾഡ്? പെട്ടെന്ന് പുള്ളിക്കാരൻ കൊണ്ട് വരുന്നു, ഞാനാണ് ChatGPT-നേക്കാളും വലിയ ആളെന്നുള്ള രീതിയിൽ പുള്ളി പ്രൂവ് ചെയ്ത് കാണിച്ചിടാം. നമുക്ക് ഒരു ട്വീറ്റ് കണ്ടിരുന്നു, ChatGPT ലോസ്റ്റ് ദെയർ ജോബ് ടു AI. പക്ഷേ കോസ്റ്റ് സൈഡിലും ടെക്നോളജി സൈഡിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വയർലെസ് ഓട്ടോമേഷൻ തന്നെ. ഹലോ, വെൽക്കം ടു അനദർ ഇൻസ്പയറിംഗ് എപ്പിസോഡ് ഓഫ് വൈസ് പോഡ്കാസ്റ്റ്. സോ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും സ്മാർട്ട് ഓട്ടോമേഷനും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ ഈ ഒരു ഫീൽഡിൽ വർഷങ്ങളോളം അനുഭവ സമ്പത്തുള്ള, വർഷങ്ങളായിട്ട് ഒരു ELV കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഡാനിഷ് ബ്രോയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു. സോ ഡാനിഷ്ക, എങ്ങനെയാണ് ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? അതല്ലെങ്കിൽ ഒരു എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ? എനിക്കിപ്പോൾ ടോട്ടൽ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ബേസിക്കലി IT ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. IT ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആയിരുന്നു എൻ്റെ ഒരു കരിയറിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ടെക്നോളജീനോടുള്ള ഒരു താല്പര്യം, ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാനിങ്ങനെ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചെടുത്ത് ഇപ്പം ലാസ്റ്റ് ഓട്ടോമേഷൻ ELV കൺസൾട്ടിങ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഒരു 5 വർഷമായിട്ട് ഇപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് ELV കൺസൾട്ടൻ്റായിട്ടുണ്ട്. ബേസിക്കലി ഈ സെയിം ഫീൽഡിൽ ഞാൻ 15 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഡാനിഷ്ക, ഇത് നമ്മളെ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ELV എന്നുള്ള ടേമിനൊരു ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുക? ELV എന്ന് പറയുന്നത് എക്സ്ട്രാ ലോ വോൾട്ടേജ് എന്നാണ് ആ ഒരു ഷോർട്ട് ഫോമിൻ്റെ ഫുൾ ഫോം വരുന്നത്. എക്സ്ട്രാ ലോ വോൾട്ടേജ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ELVയുടെ അണ്ടറിലാണ് സെക്യൂരിറ്റി ക്യാമറാസ്, അലാറം സിസ്റ്റംസ്, ഫയർ അലാറം, അതുപോലെ AI ഫീച്ചേഴ്സ് ഉള്ള ഡിവൈസസ്, ഓഡിയോ സിസ്റ്റംസ്, പിന്നെ ഗേറ്റ് ഓട്ടോമേഷൻ, ലൈറ്റ് ഓട്ടോമേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ELVയുടെ അണ്ടറിലാണ് വരുന്നത്. അതായത് ഒരു ബിൽഡിങ്ങിൽ, ഒരു വീടായിക്കോട്ടെ, ഒരു സ്ഥാപനമായിക്കോട്ടെ, ആ ഒരു ബിൽഡിങ്ങിൽ നോർമലായിട്ടുള്ള കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ കൂടാതെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ആവശ്യമായിട്ട് വരുന്ന ലോ വോൾട്ടേജ് പ്രൊഡക്റ്റുകളാണ് ELV എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരിക. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ സെൻസർ ബേസ്ഡ് പ്രൊഡക്റ്റുകളാണ്. അതായത് ഇപ്പോൾ ക്യാമറാസ് ആയാലും അലാറം സിസ്റ്റംസ് ആയാലും ഒക്കെ ഒരു സെൻസർ ബേസ്ഡ് പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതൊക്കെ ലോ വോൾട്ടേജിലാണ് മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ELV എന്ന ഒരു ഇതിൽ വരുന്നത്, അണ്ടറിൽ വരുന്നത്. ഇപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഇപ്പോൾ ELV കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ഓട്ടോമേഷൻ ലെവലിൽ ചെയ്യാനുണ്ടോ അതിൻ്റെയൊക്കെ ഒരു കൺസൾട്ടിങ് എടുക്കുന്ന ആൾ, അങ്ങനെയുള്ള ഒരു കൺസൾട്ടൻറ്റ്. അതെ, അതായത് ഇപ്പം ബ്രോയ്ക്ക് ഒരു വീട് ഉണ്ടാക്കണം. അപ്പോൾ വീട് അത്യാവശ്യം ഒരു 4000-5000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണെന്ന് വെച്ചാൽ, ചെറിയ ആൾക്കാരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഒരു വീട് ഉണ്ടാക്കണം. സോ അവിടെ ടെക്നോളജി പരമായിട്ട് എനിക്ക് വയബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? എല്ലാ പ്രൊഡക്റ്റും എനിക്ക് ആവശ്യം ഉണ്ടാവണമെന്നില്ല, ബ്രോയ്ക്ക് എല്ലാ പ്രൊഡക്റ്റും ആവശ്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവൻ്റെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളും കൂടി നോക്കിയിട്ട് എന്താണോ വെർത്തി, അതായത് നമുക്ക് ആ കൊടുക്കുന്ന കാശിന് വെർത്തായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അത് മാർക്കറ്റിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ട് തരിക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് തരുന്ന വെണ്ടറുമായിട്ട് നമ്മൾ വെണ്ടറുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളെ ആക്കി തരിക. അതിനുള്ള പ്രോപ്പർ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരിക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇത് സ്റ്റാർട്ടിങ്ങിലെ വന്നാൽ മാത്രമേ നമുക്ക് ആ പ്രൊജക്റ്റ് നല്ല രീതിയിൽ തീർത്തു കൊടുക്കാൻ പറ്റുള്ളൂ.
ഇല്ലെങ്കിൽ അതിൽ അഡീഷണൽ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ആ കസ്റ്റമർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ELV കൺസൾട്ടൻ്റ് എന്നുള്ളത് കംപ്ലീറ്റ്ലി പുതിയൊരു ജോബാണോ, അല്ല ഇത് ഒരുപാട് കാലമായിട്ട് ഇവിടെ ഉണ്ടോ? കൺവെൻഷണൽ നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രീഷ്യൻ ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുക, ഇന്നത് വെക്കാം, ഇന്നത് ചെയ്യാം എന്നൊക്കെ. ട്രഡീഷണലി ഉണ്ടായിരുന്ന ഒരു സെറ്റപ്പിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ എന്ത് ചേഞ്ച് ആണുള്ളത് ശരിക്കും? ELV കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ നമ്മളെ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, ഒരു 5 വർഷം 10 വർഷം ആ ഒരു ഗ്യാപ്പ് ആയിട്ടുള്ളൂ. പക്ഷേ ഇത് പുറം രാജ്യങ്ങളിലൊക്കെ ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം നമ്മളെ നാട്ടിലേക്ക് ടെക്നോളജി വരുന്നത് കുറച്ച് സ്ലോ ആയിട്ടാണ്. ഇപ്പോൾ ദുബായൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മളിപ്പോഴും ഒരു 4 സ്റ്റെപ്പ് ബാക്കിലാണുള്ളത് ടെക്നോളജി ബേസിൽ നോക്കണം. പക്ഷേ ദുബായിലും അതുപോലെ അമേരിക്കയിലും ഒക്കെ ELV ഓട്ടോമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ മുൻപേ വന്നു കഴിഞ്ഞ സാധനങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇതിന് പ്രോപ്പർ കൺസൾട്ടൻറ്റ്, അതിന് ഡ്രോയിങ് വരയ്ക്കാൻ ഒരു ടീം, ഡ്രോയിങ് പ്രകാരം അവിടെ കേബിളിങ് ചെയ്തിട്ടുണ്ടോ നോക്കാൻ ഒരു സൂപ്പർവൈസർ, കാര്യങ്ങൾ അങ്ങനെ പ്രോപ്പർ ചാനലിൽ കൂടിയാണ് ഇത് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം ക്ലയൻസിനൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഡാൻഷ്ക, ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊമേഴ്ഷ്യൽ ആണെങ്കിലും നമ്മൾ റെസിഡൻഷ്യൽ ആണെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കോമൺ ആപ്ലിക്കേഷൻസ് ആണ് ശരിക്കും ELV അണ്ടറിൽ വരുന്നത്? കോമൺ ആയിട്ട് ELV എന്ന് പറയുമ്പോൾ, ELV എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്തോ വലിയൊരു സംഭവമാണെന്ന്. ELV എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ക്യാമറ, നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു സാധാ ക്യാമറ ആണെങ്കിലും അത് ELV എന്ന ഒരു കാറ്റഗറിയിലാണ് അത് വരുന്നത്. ക്യാമറ, സെക്യൂരിറ്റി അലാറം സിസ്റ്റം, ഫയർ അലാറം സിസ്റ്റം, അതുപോലെ ഓട്ടോമേഷൻ സിസ്റ്റംസ്. പിന്നെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓട്ടോമേഷൻ, നമ്മൾ ഏത് ടൈപ്പ് ഓട്ടോമേഷൻ, ഗേറ്റ് ഓട്ടോമേഷൻ ആയാലും ലൈറ്റ് ഓട്ടോമേഷൻ ആണെങ്കിലും എല്ലാം ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇതെല്ലാം കൂടി ഒരു മെയിൻ ഗ്രൂപ്പാണ് ഈ പറയുന്ന ELV. ELVയുടെ സബുകളാണ് ഈ CCTV തന്നെ പല പല ക്യാമറാസ്, അനലോഗ്, IP എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഓണസ്റ്റ് ഓൺ മെർക്കാഡോ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ CEO ആയിട്ട് ഇതേപോലെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു അഫ്സൽ. അപ്പോൾ അഫ്സൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് അവിടെ എൻജിനീയറും വേണം, ആർക്കിടെക്റ്റും വേണം. ഇത് രണ്ടാണ്, അത് ഉറപ്പ് വരുത്തണം എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു വീടുണ്ടാക്കുന്ന വീടോ ബിൽഡിങ്ങോ whatever, നമുക്ക് ELV കൺസൾട്ടൻ്റ് എന്നുള്ള ഒരാൾ നിർബന്ധമായിട്ട് നമ്മൾ എടുക്കണം എന്നാണോ ഡാനിഷ്ക പറയാം? കൺസൾട്ടൻറ്റിൻ്റെ ഒരു വൺ ടൈം വിസിറ്റെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. ഒരു സിംഗിൾ വിസിറ്റെങ്കിലും ഒരു കൺസൾട്ടൻറ്റിന്, ഒരു എക്സ്പേർട്ടാണ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന ഒരാൾ, ഒരു എക്സ്പേർട്ടാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ കാണാനും പറയാനും ഉണ്ടോ, ഒരു ഒപ്പീനിയൻ എന്തെങ്കിലും പുള്ളിയുടെ ഭാഗത്തു നിന്ന് കിട്ടാനുണ്ടോ. അതിപ്പം എഞ്ചിനീയറുടെ കേസാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ആർക്കിടെക്റ്റിൻ്റെ കേസാണെങ്കിലും. ഈ രണ്ടുപേരും അല്ലാതെ ഒരു സൈറ്റിൽ വേണ്ട ആൾക്കാരാണ് ലൈറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന ആൾ. ലൈറ്റിംഗ് കൺസൾട്ടൻ്റ് ഒക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ എന്നല്ല. ലൈറ്റിംഗ് കൺസൾട്ടൻ്റ് ഒക്കെ അത്യാവശ്യം പ്രീമിയം സൈറ്റുകളിലൊക്കെ ലൈറ്റിംഗ് കൺസൾട്ടൻ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതേപോലത്തെ ഒന്ന് തന്നെയാണ് ടെക്നോളജി. നമ്മൾ ഇനി അങ്ങോട്ട് ടെക്നോളജി ഇല്ലാത്തൊരു കാലത്തിലേക്ക് നമ്മൾ പോകില്ല. ടെക്നോളജി ഉള്ള കാലത്തിലേക്ക് നമ്മൾ ഇനിയും അപ്ഗ്രേഡ് ആവാൻ പോകുന്ന കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റ്, ബിൽഡിംഗ് റിലേറ്റഡ് ടെക്നോളജി റിലേറ്റഡ് ഒരു കൺസൾട്ടൻറ്റ് അവിടെ വിസിറ്റ് ചെയ്യുന്നത് നല്ല, ഒരു വൺ ടൈം വിസിറ്റിംഗിൽ എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഈ പറഞ്ഞ ഇൻ്റർസെക് ദുബായിലായിരുന്നു ഇപ്പോൾ ഇൻ്റർസെക് 2025 കഴിഞ്ഞത്. അതിൽ നമ്മൾ വിസിറ്റ് ചെയ്തപ്പം ഒരുപാട് പുതിയ ടെക്നോളജീസ് നമ്മൾ കണ്ടു. ഭാവിയിൽ വരാൻ പോകുന്ന പുതിയ ഇന്നോവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അത് പ്രാക്ടിക്കലി ഇവിടെ ഇപ്പം നടക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ, ഇത് ശരിക്കും സംഭവിക്കുമോ. നമ്മളിപ്പം സിനിമയിലൊക്കെ കാണുന്ന കാര്യങ്ങൾ ഇൻ്റർസെക്റ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് കണ്ടു, റിയൽ ലൈഫിൽ വരാൻ പോവുകയാണ്. അത്രയും ടെക്നോളജി അപ്ഗ്രേഡ് ആയി കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ കൺസൾട്ടൻസ് പൊതുവെ ഇങ്ങനത്തെ ഇവന്റുകളൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാം എന്താണ് ഏകദേശം എത്ര കാലം കൊണ്ട് വരും. മേ ബി ഈ വീട് പണി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ടെക്നോളജി ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പോഴേ ചെയ്തു വെക്കേണ്ട എന്തെങ്കിലും പ്രിലിമിനറി സെറ്റപ്പുകൾ ഉണ്ടാവും, അത് നമ്മൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കൺസൾട്ടൻറ്റിനാണ് പറഞ്ഞുതരാൻ പറ്റുക. ഇപ്പം ഡാൻഷ്ക പറഞ്ഞില്ലേ, ഇൻ്റർസെക്റ്റിലൊക്കെ പോയിട്ട് ഒരുപാട് ഇന്നോവേഷൻ ആയിട്ടുള്ള ഐഡിയകളൊക്കെ കണ്ടു എന്നുള്ളത്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ദുബായിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മൾ ജപ്പാനീസിനൊക്കെ നമ്മളെക്കാളും എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ അവർ ഓട്ടോമേഷൻ രീതിയിലൊക്കെ കൊണ്ടുവന്നു. ശരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും കേരളമൊക്കെ ഒരുപാട് പുറകില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിക്കും അവിടെ ഡാനിഷ്ക കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ ടെക്നോളജി നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും? അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ നമ്മളെവിടെ നാട്ടിലില്ലാത്ത അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ ഇപ്പം പുതിയതായിട്ട് വന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെ നാട്ടിലിപ്പം
ഇതാണ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് വോയിസ് കൺട്രോൾ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ്, അല്ലെങ്കിൽ ജിയോ ഫെൻസിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമേഷൻ. അതായത് ഞാൻ എൻ്റെ വീടിൻ്റെ ഇത്ര ചുറ്റളവിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ വീട്ടിലെ എൻ്റെ പെർട്ടിക്കുലർ റൂമിലെ AC ഇത്ര ഡിഗ്രിയിൽ ഓൺ ആവണം എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് എന്നാണ്. ഇതിൻ്റെയൊക്കെ 10 സ്റ്റെപ്പ് ദുബായിലെ ഇൻ്റർസെക്റ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ദുബായിലൊക്കെ ഇതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. ഇപ്പം നമ്മളെ ഫേസ് റിക്കഗ്നേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ടൈപ്പ് ഇൻ്റലിജൻസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞു ഓട്ടോമേഷനിലേക്ക്. ഇപ്പോൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ മാൻ്റെ ഒരു ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി മാറി ഓട്ടോമേഷനും. എല്ലാ ടൈപ്പ് ഓട്ടോമേഷനും ഒരു ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. ശ്രീരാഗ് ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, ജാപ്പനീസ് പീപ്പിൾ നമ്മളെക്കാളും ഒരുപാട് ഫ്രണ്ടിലാണെന്നുള്ളത്. നമ്മൾ ഈ വെസ്റ്റേൺ മീഡിയ ഒക്കെ മോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ കമോഡ് ഉണ്ടല്ലോ, അവരുടെ ക്ലോസറ്റ്, അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്ലോസറ്റ്, അത് വന്ന സമയത്ത് കുറേ മോക്ക് ചെയ്തിരുന്നു. പക്ഷേ ആ ലെവലിലൊക്കെ അവർ അന്നത്തെ കാലത്ത് തന്നെ ചിന്തിച്ചു തുടങ്ങിയില്ല. അപ്പോൾ ഡാനിഷ്കാൻ്റെ എക്സ്പീരിയൻസിൽ, അല്ലെങ്കിൽ ഒരു ഡാനിഷ്ക എക്സ്പ്ലോർ ചെയ്തത് വെച്ചിട്ട് ഏത് കൺട്രിയാണ് ശരിക്കും ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്? ഇന്ത്യ ഏകദേശം എവിടെയായിട്ട് വരും? ഇന്ത്യ ഒരു നിയർലിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഒരു 10 years കൊണ്ട് ഇന്ത്യ ഓൾമോസ്റ്റ് ടെക്നോളജിയിൽ ലോകരാജ്യങ്ങളെ പോലെ തന്നെ, മുൻനിര രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യ അപ് ടു ഡേറ്റഡ് ആയിട്ട് കട്ട നിൽക്കും. ഇന്ത്യ ഇപ്പോഴത്തെ ഈ ഒരു ഗ്രോത്ത് വെച്ചിട്ട് പോവാണ്. ടെക്നോളജി അഡോപ്ഷൻ അത്രയും ഇന്ത്യയിൽ, നമ്മൾ കേരള ആണെങ്കിലും സൗത്ത് നോർത്ത് എവിടെയാണെങ്കിലും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ന്യൂജൻ ആയല്ലോ. ഓൾമോസ്റ്റ് ഇപ്പം ഓൾഡ് ജനറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പം എല്ലാവരും 90s എല്ലാം ആ ഒരു ജനറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഇപ്പം 90s 80s ആൾക്കാർ ഡിസിഷൻ എടുക്കുന്ന ഒരു പൊസിഷനിലോട്ട് എത്തി. അപ്പോൾ ആ 80s 90s ഡിസിഷൻ എടുക്കുമ്പോൾ അവർ ഈ ടെക്നോളജി ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർക്കറിയാം, ഡെയിലി ലൈഫിലേക്ക് അവർക്ക് അത് ആവശ്യമുണ്ട്, അവരുടെ കുട്ടികൾക്ക് ഇത് ആവശ്യമുണ്ട്. പണ്ടത്തെ ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടുള്ളൊരു ബാക്ക് വലിവ് നമ്മളെ രാജ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അതാ ഞാൻ പറഞ്ഞ ഒരു 10 കൊല്ലത്തിനുള്ളിൽ നമ്മളെ രാജ്യം അപ് ടു ഡേറ്റഡ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ അപ്ഡേറ്റഡ് ആണ്, പക്ഷേ മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പം നമ്മൾ ഇപ്പോഴും കുറച്ച് പുറകിലാണ്. ജപ്പാനാണോ ചൈനയാണോ ഇതിൽ ഫ്രണ്ടിൽ? ഇതിൽ ചൈന തന്നെ ഫ്രണ്ടിൽ. ചൈനനെ നിലവിൽ ആസ് ഓഫ് നൗ ഇപ്പോഴും ബീറ്റ് ചെയ്യാൻ ഡീപ് സീക്ക് ശരിക്കും AI അടിക്കുന്ന രീതിയിലേക്ക് വളർന്നു വന്നിട്ടല്ലോ ഇപ്പോൾ. ഒരു ട്വീറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ChatGPT ലോസ്റ്റ് ദെയർ ജോബ് ടു AI. പുതിയ അതെ, ChatGPT ഓൾമോസ്റ്റ് ഡെഡ് ആയി എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. കാരണം അതിന്റെ റെസ്പോൺസിങ് ടൈമും കാര്യങ്ങളും ഒക്കെ ചൈനീസ് സോഫ്റ്റ്വെയറിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് ബാക്കിലാണെന്നാണ്. ചൈനക്കാർ കൊണ്ടുവരാണെങ്കിലും ഒരു കോളിളക്കം ഉണ്ടാക്കിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. മാർക്കറ്റ് മൊത്തത്തിലൊന്ന് ഡൗൺ ആക്കിയിട്ട് കോസ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിലും ഒക്കെ ChatGPTയുടെ അത്രയൊരു കോസ്റ്റ് എലമെന്റ്സ് ഈ ഒരു കമ്പനിക്ക് വരുന്നില്ല എന്നാണ്. ശരിക്കും ഡീപ് സീക്ക് ഇത്രയും ഇത് വന്നത് അമേരിക്കയിലെ മാർക്കറ്റ് ഇടിഞ്ഞു ശരിക്കും ഡീപ് സീക്കിന്. ഈ ഒരു എൻവിഡിയന്റെ ഒക്കെ സ്റ്റോക്ക് താഴ്പ്പില്ല. എൻവിഡിയ ഒക്കെ പെട്ടെന്ന് കയറിപ്പോയത് ChatGPT വന്നപ്പോഴാണ്. എൻവിഡിയ ഒരു വലിയൊരു ഭീമനാണ്. AI ഏറ്റവും കൂടുതൽ റെവല്യൂഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എൻവിഡിയ ആണ്. പണ്ട് എൻവിഡിയ നമ്മൾ ഗെയിമിങ്ങിന് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ആയിരുന്നു. ഇപ്പൊ എൻവിഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളായി മാറി. അത് പെട്ടെന്ന് വന്നത് ChatGPT അങ്ങ് ക്ലിക്ക് ആയപ്പോഴാണ് എൻവിഡിയനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പം ഈ പറഞ്ഞ ചൈനീസ് കമ്പനികൾ വന്നപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വാല്യുള്ള കമ്പനിയായിട്ട് മാറിയില്ലായിരുന്നു എൻവിഡിയ. എൻവിഡിയ അല്ല, $1 trillion. അല്ല, ഇപ്പോൾ നമ്മൾ ഹോം ഓട്ടോമേഷൻ അല്ലെങ്കിൽ ബിൽഡിംഗ് ഓട്ടോമേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു നോർമൽ ട്രഡീഷണൽ സിസ്റ്റം ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് കൂടുതലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആവുമോ? അതിൽ കോസ്റ്റിന്റെ സൈഡിലേക്ക് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ കൺവീനിയൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഒരുപാട് കോസ്റ്റ് ഇതിൽ കൂടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ ഒരു ഇന്റർലോക്ക് വിരിക്കാനുള്ള അത്രയും പൈസ വേണ്ട നമുക്കൊരു വീട് ഡിജിറ്റലി ഹോം ഓട്ടോമേഷൻ. സീരിയസ്ലി എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്? ഒരു 2000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1800 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ഓട്ടോമേഷൻ ലെവലിൽ അത്യാവശ്യം ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബിലോ 1 lakh ഉണ്ടെങ്കിൽ നടക്കും. അതിൽ CCTV, ഡിജിറ്റൽ ഡോർ ലോക്സ്, നമ്മൾ തന്നെ ഈ റീൽസിലൊക്കെ കാണുന്നില്ല ഡിജിറ്റൽ. പക്ഷേ ELV സിസ്റ്റം ഒരു വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാരും. അത് ഈവൻ CCTV ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ എല്ലാവർക്കും മടിയാണ്. ഇത് വലിയ കോസ്റ്റ് ആവുന്നുണ്ട്. വലിയ കോസ്റ്റ് ആവുന്നുള്ള അങ്ങനത്തെ, അതായത് ഇതിന് കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ കുറെ ഘടകങ്ങളാണ് ആൾക്കാരെ ഇതിന് ബാക്കോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പം ഇതൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, കോസ്റ്റ് എഫക്റ്റീവായി മാറി ടെക്നോളജി. പണ്ട് AI എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു AI ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വിലയായിരുന്നു. ഇപ്പം AI ക്യാമറ 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കും കിട്ടാനുണ്ട്.
ആള് വന്ന് AI ക്യാമറ എന്നുള്ളതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെ പിന്നെ MVD വെച്ച AI ക്യാമറയാണോ? അത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ കേട്ട് പരിചയമായി പോയത് AI ക്യാമറ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ AI ക്യാമറ. വണ്ടി പോയാൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് വരുന്നത് ഇതാണ് AI ക്യാമറ എന്ന്. AI ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരാണ് അതിൽ മെയിൻ. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അതിന് നോക്കിയാൽ മനസ്സിലാവും. അത് അതിൻ്റെ അത് AI അൽഗോരിതം നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത് പോലെയാണ്. ഇതേപോലെ തന്നെ അതിനകത്ത് ആ ക്യാമറയിൽ ഫേസ് റിക്കഗ്നേഷൻ ഉണ്ടാവത്തില്ല. അതായത് ഈ വണ്ടി ഓടിച്ച വ്യക്തി ആരാണ്, ആ ആള് ഇന്ന ആധാർ നമ്പറിലുള്ളതാണ്. ഇനി ഭാവിയിൽ അതൊക്കെ വരുമായിരിക്കും. പക്ഷെ ഇപ്പം AI അതില്ല. പക്ഷെ ഈ ഫേസ് റിക്കഗ്നേഷനുള്ള AI ക്യാമറ വേറെ സിനാരിയോയിൽ വേറെ വരുന്നു. ഇപ്പം മാൾസിലൊക്കെ ആണെങ്കിൽ എയർപോർട്ടിലൊക്കെ ഫേസ് റിക്കഗ്നേഷനുള്ള AI ക്യാമറാസ് ആണ്. ഇപ്പം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഫേസ് റിക്കഗ്നേഷൻ ആണ്. AI ക്യാമറ എന്ന് പറയുന്ന ആ AIയെ നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ യൂസ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ഇപ്പം AI ക്യാമറ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. പീപ്പിൾ കൗണ്ടിങ് എത്ര പ്രാവശ്യം ആൾക്കാർ എത്ര പേര് വന്നു പോയി. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് എവിടെയായിരുന്നു. ഇപ്പം ഫ്രോസൺ ഫുഡിൻ്റെ ഏരിയയിലാണോ ടോയ്സിൻ്റെ ഏരിയയിലാണോ, ഇത് മൊത്തം എല്ലാ ക്യാമറയും കൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഹീറ്റ് മാപ്പിംഗ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് അങ്ങനത്തെ AI ക്യാമറാസ് ഉണ്ട്. ഇപ്പം ദുബായിലും അങ്ങനെയൊക്കെ ഈ ഹീറ്റ് മാപ്പിംഗ് ക്യാമറാസ് മാൻഡേറ്ററി പോലെയാണ് മാളുകാർ വെക്കുന്നത്. കാരണം അവർക്ക് ബിസിനസ്സാണ് അവർ നോക്കുന്നത്. ആ ഷെൽഫിലോട്ട് ഏറ്റവും കൂടുതൽ ക്രൗഡ് പോകാൻ കാരണം എന്താണെന്നുള്ളത് അവർ നോക്കുകയാണ് അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ കൺവീനിയൻസ് കൂടുന്നത് കൊണ്ട് നമ്മൾ കോസ്റ്റ് നോക്കണ്ട എന്നാണോ രമേശ് പറയുന്നത്? കോസ്റ്റ് അത്ര ഇല്ല എന്നാണ് അതിൻ്റെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചിന്തിക്കുകയാണ് കോസ്റ്റ് ഉണ്ടെന്ന്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇന്റർലോക്ക് ചെയ്യുന്ന അത്രയും പോലും പൈസ ഇതിനാവുന്നില്ല. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ലോക്കിന് 10,000 രൂപയുടെ താഴെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ ലോക്ക് കിട്ടും. പണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഡിജിറ്റൽ ലോക്ക് നമ്മൾ 60,000 70,000 രൂപയ്ക്കാണ് ഒരു 10 വർഷം മുമ്പ് ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡിജിറ്റൽ ലോക്കിന് നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന, നല്ലൊരു ലോക്കിന് കൊടുക്കേണ്ടിയിരുന്ന വില നമ്മൾ തന്നെ ഒരു കസ്റ്റമർക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ ലോക്കൊക്കെ. ഇപ്പം അതേ ഫീച്ചേഴ്സ് ഉള്ള അതർ ബ്രാൻഡുകളുടെ ലോക്കുകൾക്ക് 10,000 രൂപയുടെ താഴെ വില വരുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ഒരു 1,800 സ്ക്വയർ ഫീറ്റ് ഒക്കെ ചെയ്യാൻ ഓൾമോസ്റ്റ് 1,00,000 രൂപയുടെ താഴെ ഉണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ ചെയ്ത് വെക്കാൻ പറ്റും. ക്യാമറ, ഒരു ഡിജിറ്റൽ ലോക്ക്, അത്യാവശ്യം വേണ്ട ലൈറ്റുകളൊക്കെ, വോയിസ് കൺട്രോൾ, മൊബൈൽ ആപ്പ് വഴി ഓപ്പറേഷൻസ്, ടച്ച് സ്വിച്ചസ് കാര്യങ്ങൾ വേണമെങ്കിൽ അത്. ഈ ടച്ച് സ്വിച്ചസ് ഒക്കെ പണ്ട് നമുക്ക് ഹൈ ലക്ഷറി പ്രൊഡക്റ്റുകളായിരുന്നു. ഇപ്പം ടച്ച് സ്വിച്ചസ് എന്ന് പറയുന്നത് ഏത് ബ്രാൻഡിലും, നമ്മളെ ഇന്ത്യയിൽ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ സ്വിച്ച് കമ്പനീസിൻ്റെ ബ്രാൻഡിലും ടച്ച് സ്വിച്ചസ് ഒക്കെ ബൈ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞു. അതായത് പണ്ട് നമ്മൾ ബൈക്കിന് പോകുന്നത് കാറിന് പോകുന്നത് ഏകദേശം സെയിം ആണ്. കാറിന് പോകുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ് ആവും, പക്ഷെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ നമുക്ക് കൂടുതൽ. അതെ, അതായത് നമ്മളിപ്പോൾ ഒരു മാനുവൽ ഗിയറുള്ള ഒരു കാറ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കിൻ്റെ കാറിലോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ കോസ്റ്റിനേക്കാൾ ഉപരി ആ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഒരു സൗകര്യം ഉണ്ടല്ലോ, ആ സൗകര്യമാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ, സ്റ്റിയറിംഗിൽ തന്നെ കോൾ ആൻസറിങ്ങും വോളിയം അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ഉള്ള സ്റ്റിയറിംഗ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ലാത്ത ഒരു സ്റ്റിയറിംഗ് നമുക്ക് കൈ കിട്ടുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. തിരിച്ച് ബാക്കോട്ട് പോലൊരു നമ്മൾ ഹാബിച്വേറ്റഡ് ആയി, പിന്നെ അത് മൂവ് ചെയ്യാൻ. അതെ നമ്മളെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. കാരണം നമുക്കിപ്പോൾ ആർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാലും നമ്മൾ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നോക്കും. എണീറ്റ് പോകാൻ നമുക്കിപ്പോൾ എല്ലാവർക്കും മടിയായി തുടങ്ങിയിട്ടുണ്ട്. അത് ആ ഒരു ജീവിത സൗകര്യത്തിനെ കുറച്ചും കൂടി ആക്കം കൂട്ടുന്നതാണ് ഈ ഓട്ടോമേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്തു തരും. അതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇപ്പം വാക്യൂം ക്ലീനർ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയല്ലോ. ഈ അടുത്ത് വരുൺമയൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ചേട്ടാ. അതിൽ ഇന്ത്യ ഇൻ 2030 2030 ഇന്ത്യ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറയുന്നത്. ശരിക്കും അതിൽ പുള്ളി ഒരു സ്പെക്സ് വെച്ചിട്ടുണ്ട്. ആ സ്പെക്സ് ശരിക്കും കംപ്ലീറ്റ് ഒരു ഫോണാണെന്ന് പറയാം. അതായത് ആ ഫോണിൽ കോൾ വരുന്നത് റിസീവ് ചെയ്യാൻ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് ഫോൺ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് പോകും. പിന്നെ ഇനിയിപ്പോൾ കംപ്ലീറ്റ് ഗ്ലാസ് ആവും എന്നുള്ളത്. ഇപ്പോൾ ഈ റീസെൻ്റ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, സാംസങ്ങും ഗൂഗിളും കൂടി ടൈപ്പിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വരുന്നു. ഗൂഗിൾ ഈ ഗ്ലാസ് പണ്ട് ഇറക്കിയിട്ടുണ്ട്. ഗൂഗിൾ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 2014 ഇറക്കിയിട്ട് അന്ന് ഫ്ലോപ്പ് ആയതാണ്. പക്ഷെ അത് റീലോഞ്ച് ചെയ്തിട്ട് അന്ന് ചിലപ്പോൾ ഇത് യൂസ് ചെയ്യാൻ മാത്രം ഈ വരുൺമയന്റെ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അതില് പുള്ളി പറയുന്നത് ശരിയാണ്. 2030 ഇന്ത്യ ഈ ഒരു ലെവലിലോട്ട് വരും. പക്ഷെ വേൾഡ് ഓൾറെഡി ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ഒരു 5 വർഷം 4 വർഷം പുറകിൽ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ 2030 ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ അപ് ടു ഡേറ്റഡ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും വേൾഡ് മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാം ഇവിടെ ഇറങ്ങും. ദുബായിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് മാർക്കറ്റിലുള്ള എല്ലാ ടെക്നോളജിയും
ദുബായിൽ ഇൻസ്റ്റന്റ് ആയിട്ട് എത്തും. ഓക്കെ, ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ട് എന്താവും എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി ദുബായി പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാമെന്നുള്ളത്. ദുബായ് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ സംഭവങ്ങളും ഓൾറെഡി ലോകത്ത് ഉള്ളതാ. അത് ആ പുള്ളി വീഡിയോന്റെ അവസാനം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടേക്ക് എത്തിയിട്ടില്ല. ചിലപ്പോൾ 2030 ഇന്ത്യ എങ്ങനെ ആവുമെന്ന് വേണമെങ്കിൽ ഇന്ന് ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ അസിസ്റ്റന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മളെ ഫോണിനോടാണ് നമ്മൾ ഫോണൊന്നും എടുത്ത് പോവാതെ തന്നെ നമ്മളൊരു മിററിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെ ഡെയിലി ഷെഡ്യൂൾസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞുതരാണ്. നമ്മളെ ബോഡിയെ മൊത്തത്തിൽ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ബോഡി മൊത്തം, അതായത് ഹെൽത്ത് സ്റ്റാറ്റസ് നമുക്ക് കാണിച്ചു തരാണ്. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഹോളിവുഡ് സിനിമയിലൊക്കെയാണ് കണ്ടത്. പക്ഷേ ഇതൊക്കെ വേൾഡിൽ ഓൾറെഡി ഉണ്ട്. വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓട്ടോമേഷൻ്റെ കേസ് പറയുമ്പോൾ ഓട്ടോമേഷൻ ഗോൺ റോങ് എന്നുള്ള ലെവലിലും ആവാലോ. അതായത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരുപാട് കാലം മുന്നേ ഇറങ്ങിയ ഒരു ആഡ് ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഈ പുള്ളി വോയിസ് വെച്ചിട്ടാണ് പല്ല് പറിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴത്. അതാണ് ഈ ഓട്ടോമേഷനിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ ട്രോളിലൊന്ന്. അത് വേറെ എന്തോ ഒരു പരസ്യത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. എന്തോ ഒരു സിംപ്ലിസിറ്റിയാണ് ഏറ്റവും നല്ലത് എന്ന ഒരു ടാഗ് ലൈനിലാണ് ആ പരസ്യം അവസാനിച്ചത്. അങ്ങനെ എന്തോന്നാണ് അതിന്റെ ഒരു ഇത് ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ആ പരസ്യം ഇറങ്ങിയ സമയത്ത് വോയിസ് കൺട്രോൾ ബേസ് ചെയ്തിട്ടുള്ള വോയിസ് കൺട്രോൾ വഴി ഡോർ തുറക്കുക, വോയിസ് കൺട്രോൾ വഴി മ്യൂസിക്സ് പ്ലേ ചെയ്യുക, ഇതൊക്കെയായിരുന്നു ആ സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം നമുക്ക് ഫേസ് റിക്കഗ്നേഷനും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു. അഡ്വാൻസ്ഡ് ആയിപ്പോയി. അതായത് ടെക്നോളജി എന്ന് പറയുന്നത് എപ്പോഴും അപ്ഡേറ്റ് ആയി. നമ്മൾ ടെക്നോളജി അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മളും പുതിയ അപ്ഡേഷൻ എന്താന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായിട്ടുണ്ടാവും. ഈ ഡിജിറ്റൽ ലോക്കിൻ്റെ കേസ് പറയുമ്പോഴേ നമുക്ക് ഇപ്പം മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു നോർമൽ ഒരു സാധാരണ ഒരു വീട്ടിൽ ഡിജിറ്റൽ ലോക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ ഉണ്ടായിരുന്നൊക്കെ തെഫ്റ്റൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഈസി ആവില്ലേ ചെയ്യുക കുറേ കൂടി? ഡിജിറ്റൽ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സെക്യൂരിറ്റി അല്ല ശരിക്കും അതിൽ വരുന്നത്. ടു ബി ഹോണസ്റ്റ്, അത് സെക്യൂരിറ്റിക്ക് വെക്കുന്നതല്ല, കൺവീനിയൻസിന് വേണ്ടി വെക്കുന്നതാണ്. പ്യൂർലി കൺവീനിയൻസ് ആണ്. ഇപ്പം ഞാൻ രാത്രി എൻ്റെ വീട്ടിലെ മെയിൻ ഡോർ ഞാൻ ഡിജിറ്റൽ ലോക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫ് ഉറങ്ങുകയാണെങ്കിലും എൻ്റെ ഉമ്മ ഞാൻ വരുന്നവരെ ഉറങ്ങാതെ വെയിറ്റ് ചെയ്യുന്ന ഒരു ആളാണ്. എന്നുവെച്ചാൽ ഡോറ് തുറന്നെടുക്കണം. എൻ്റെ വൈഫ് മുകളിലെ റൂമിലായിരിക്കും, ബെഡ്റൂമിലായിരിക്കും. അപ്പോൾ ഉമ്മ താഴത്താണ് ഉറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സിനാരിയോ വെച്ച് നോക്കുമ്പോൾ അവിടെ ഡിജിറ്റൽ ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ പ്രതീക്ഷിക്കുന്ന വാതിൽ കുറ്റിയിടണം എന്നുള്ളതാണ് ഉമ്മയുടെ സേഫ്റ്റി സൈഡ്. ഞാൻ വന്നു കഴിഞ്ഞാൽ തുറന്നും കൊടുത്തരണം. അപ്പോൾ ഉമ്മ ഉറങ്ങിപ്പോയാൽ ഞാൻ വന്നാൽ ചിലപ്പോൾ ഉമ്മ അറിഞ്ഞില്ല എന്ന് വരും. ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ ആ ഡോറ് ഉമ്മ അടച്ചു കഴിഞ്ഞാൽ അത് അടഞ്ഞു കിടക്കുന്നുണ്ടാവും. എനിക്ക് എൻ്റെ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്രം ഉള്ളിൽ കയറാം. പിന്നെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഡബിൾ ലോക്കും കാര്യങ്ങളും ഇട്ടാൽ മതി. കൺവീനിയൻസ് മാത്രമാണ് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഡിജിറ്റൽ ഡോർ ലോക്ക് വെച്ചു എന്ന് വെച്ചിട്ട് കള്ളന് കയറാൻ പാടില്ല അങ്ങനത്തെ ഒരു ഇതില്ല. അതിൽ എന്തൊക്കെ അലാറം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ കൺവീനിയൻസ് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും ഡാൻഷ്ക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ഒരു 50-60% വീടുകളോളം പഴയ ട്രഡീഷണൽ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഈ ഒരു ELV സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പല വീടുകളും ഇനിയിപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞതായിരിക്കും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും അവരത് റീബിൽഡ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ അത് ഫുള്ള് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരുമോ? മേ ബി പണ്ടത്തെ ഒരു ടെക്നോളജി ഫോളോ ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ പണ്ട് കാലത്താണെങ്കിൽ ഓട്ടോമേഷൻ വേണമോ, ELV സിസ്റ്റം വേണോ, നിങ്ങൾ വയറിംഗ് സ്റ്റേജിൽ തന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചിരിക്കണം. അതുകൊണ്ടാണ് ആ സമയം മുതൽ പുറം രാജ്യങ്ങളിൽ ELV കൺസൾട്ടൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വന്നത്. ഇപ്പം ടെക്നോളജി അപ്ഡേറ്റ് ആയി. ELV സിസ്റ്റം നിങ്ങളിപ്പം വയറിംഗ് കഴിഞ്ഞ വീടാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടൊക്കെ ടെക്നോളജി അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം എൻ്റെ വീട് ഒരു 5 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം ഓട്ടോമേഷൻ ചെയ്യണം എനിക്ക്. പക്ഷെ ഞാൻ അതിന് വേണ്ട രീതിയിലുള്ള വയറിംഗ് ഒന്നും ഞാൻ സ്പെഷ്യൽ വയറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം നമുക്ക് ആ രീതിയിൽ, അതായത് വയറിംഗ് ഒന്നും മാറ്റി ചെയ്യാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു 2 ദിവസം കൊണ്ടോ 1 ദിവസം കൊണ്ടോ വിത്തിൻ അവേഴ്സ് കൊണ്ട് തന്നെ ആ വീടിനെ ഓട്ടോമേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെൻസറുകളും മൊഡ്യൂളുകളും റിലേ മൊഡ്യൂളുകളും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഇന്ത്യയിലും ചൈനയിലും മാത്രമല്ല ഇങ്ങനത്തെ മൊഡ്യൂളുകളുണ്ട്. വേൾഡ് വൈഡ് സാംസങ്ങും വിപ്രോയും ഒക്കെ ഇങ്ങനത്തെ മൊഡ്യൂളുകൾ ഇറക്കുന്നുണ്ട്. വയർലെസ് ഓട്ടോമേഷൻ മൊഡ്യൂൾസ് ഒരുപാട് വേൾഡ് ക്ലാസ് ബ്രാൻഡുകൾ എല്ലാവരും ഇറക്കുന്നുണ്ട്. ഡാൻഷ്ക പറഞ്ഞത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ വേറെ കൺസ്ട്രക്ഷനിലൊന്നും ചേഞ്ചസ് ഒന്നും ചെയ്യാതെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മിക്കവാറും ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ വൈഫൈ വെച്ചിട്ട് ഒരു ആപ്പ് ത്രൂ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ത്രൂ മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് പോകുന്നുണ്ടാവുക. ഈ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഒരൊറ്റ
ഒരു നെറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോം വൈഫൈയിലേക്ക് കോൺസെൻട്രേറ്റ് ആവുകയാണല്ലോ. അവിടെ പ്രൈവസി ഒക്കെ ശരിക്കും എത്ര ഇതിൽ ഓട്ടോമേഷൻ്റെ കേസിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഉപകരണത്തിനെ നമുക്ക് പുറത്ത് എവിടുന്നെങ്കിലും ആക്സസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഇൻ്റർനെറ്റിൻ്റെ സഹായം ആവശ്യമുള്ളൂ. അല്ലാത്തൊരു കേസിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലും ആ ലൈറ്റ് വർക്ക് ചെയ്യും. ഇപ്പം നമ്മളെ വീട്ടിൽ ഓട്ടോമേഷൻ ചെയ്തൊരു വീടാണെന്ന് വിചാരിക്കുക. അവിടെ ഇൻ്റർനെറ്റ് കട്ടായി പോയാലും അവിടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ പറ്റും. എന്താ നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വോയിസ് കൺട്രോൾ അങ്ങനത്തെ ഓപ്ഷൻസുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. പക്ഷെ ഭാവിയിൽ ഇതിലും നമുക്ക് ഇപ്പം ഇൻ്റർസെക്റ്റിനൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടത് ഓഫ്ലൈൻ ആയിട്ടും വർക്ക് ചെയ്യുന്ന വോയിസ് കൺട്രോൾ സ്പീക്കേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടേൺ ഓൺ എവറിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഓൺ ആക്കണ്ട. ഈ ഒരു സിംഗിൾ കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ മതി, ആ സമയത്ത് തന്നെ എല്ലാ ലൈറ്റ്സും ഓൺ ആവണമെന്നുണ്ട് ഓൺ ആവുന്ന രീതിയിലൊക്കെ ഇതായിട്ട്. അതായത് ഇൻ്റർനെറ്റ് ഒരു മാൻഡേറ്ററി അല്ല ഈ ഓട്ടോമേഷനൊന്നും. ഇനി പ്രൈവസിയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ പ്രൈവസിക്ക് മുൻഗണന കൊടുക്കുന്ന ബ്രാൻഡുകളെ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രം. എല്ലാ സാധനങ്ങൾക്കും നമ്പർ 1 നമ്പർ 2 ഉണ്ട്. അല്ല, ഇതിൽ എന്താണെന്നറിയോ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും വരുന്നത് ചൈനീസാണ്. ഇപ്പോൾ ചൈനീസ് പ്രൊഡക്റ്റിലൊക്കെ വൈറസ് ഉണ്ടെന്നും അവർക്ക് ഡാറ്റ കിട്ടുമെന്നും അങ്ങനത്തെ ഒക്കെ കുറേ ടിക്ടോക്ക് നിരോധിച്ചത് പോലും അതിൻ്റെ ഭാഗമായിട്ടല്ലേ. അപ്പോൾ അത് ആ ഒരു കാര്യത്തിൻ്റെ നമ്മൾ അത്ര കൺസേൺ ആവണം. വൈറസ്, അതായത് പ്രൈവസിയുടെ ഒരു കേസ് ഇപ്പം ചൈനീസാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം കൊണ്ട് നമുക്കൊരിക്കലും അത് മോശമാണെന്ന് പറയാൻ പറ്റില്ല. ചൈനയിൽ ഏറ്റവും ബെസ്റ്റ് ഫാക്ടറീസ് ഒക്കെ ഉള്ളത് ഇപ്പോഴും ചൈനയിലൊക്കെ തന്നെയാണ്. ഇപ്പം ഇന്ത്യയിലോട്ടൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഫോക്സ്കോൺ ഒക്കെ ഇന്ത്യയിലോട്ടും വന്നു. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഫോക്സ്കോണിൻ്റെ മേജർ ഫാക്ടറി ഒക്കെ ഇപ്പോഴും ചൈനയിൽ തന്നെയാണുള്ളത്. ആപ്പിൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ചൈനനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് ചൈനയുടെ പീപ്പിൾസിനല്ല അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനും ആ ഒരു ടെക്നോളജി ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രാജ്യം ചൈന ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കരുതി അവിടെ ക്വാളിറ്റിയിൽ മാറ്റം വരുത്തുന്നില്ല. പക്ഷേ ഇതേപോലെ തന്നെ മറ്റ് കമ്പനികൾ ഉണ്ടാവും. ഇപ്പം ആപ്പിൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്? അവരാ പറയുന്ന ക്വാളിറ്റി എപ്പോഴും കൊടുക്കുന്നുണ്ട്. അത് ചൈനയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതായാലും ജപ്പാനിൽ നിന്ന് ഉണ്ടാക്കിയതായാലും അവരൊരു ക്വാളിറ്റി അതിന് അഷ്യൂർ ചെയ്യുന്നുണ്ട്. അഷ്യൂർ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വേറെ ബ്രാൻഡുകൾ ഇതേപോലെ ചൈനയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവർ ചിലപ്പം ക്വാളിറ്റി കുറഞ്ഞ ചിപ്പുകളും കാര്യങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അതിൻ്റെതായ ലൈഫേ ഉണ്ടാവുള്ളൂ. എല്ലാം ഉണ്ടാക്കുന്ന രാജ്യം ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ നമ്പർ 1 നമ്പർ 2 ഉണ്ട്. ഈവൻ ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിയറബിൾസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ എയർപോഡ് എയർപോഡൊക്കെ 700 രൂപക്കും 600 രൂപക്കും ഒക്കെ കിട്ടുന്ന കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ നാളെ ക്യാൻറ്റൺ ഫെയറിന് പോയ സമയത്ത് ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യണ്ടായി അത്ര. അപ്പോൾ പുള്ളി പറയുന്നത് നമ്മളിവിടുത്തെ നോയ്സും അതേപോലെ തന്നെ വേറെ ഏതാ ബോട്ട്, ഇങ്ങനെ ഒരു 2-3 ബ്രാൻഡ് എല്ലാം ഉണ്ടാക്കുന്ന ഒരേ സ്ഥലത്തു നിന്നാണ്. ഒരൊറ്റ ഫാക്ടറിയിൽ നിന്നാണ് എല്ലാ കമ്പനിയിലേക്കും പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി വരുന്നത് ചൈനയിൽ നിന്നാണെന്നുള്ളത് നമ്മൾ എത്രത്തോളം അറിയുന്നുള്ളത്, അത് നമ്മൾ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നിൽക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ അതിൽ നിലവിൽ ഓപ്ഷനില്ല. പക്ഷെ ഇന്ത്യ കയറി വരുന്നുണ്ട്. ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോൺസെപ്റ്റാണ് മേക്ക് ഇൻ ഇന്ത്യ. അതുപോലെ സ്മാർട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം കൂടെ വന്നിട്ടുണ്ടായിരുന്നു കുറെ മുന്നേ, ഇതുപോലെ എല്ലാം ഡിജിറ്റലാക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ അതിന്റെ ഭാഗമാണ് നമ്മൾ UPI കാര്യങ്ങളൊക്കെ വന്നത്, ഈ ഡിജിറ്റൽ കറൻസി അങ്ങനത്തെ ഇതൊക്കെ വന്നത്. പക്ഷെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫാക്ടറികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ട് ഇവിടുന്ന് എക്സ്പോർട്ടിങ്ങിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതെ അതെ, ഫ്രീ ട്രേഡ് ഒക്കെ അതിന്റെ ഭാഗമായിട്ടായിരുന്നു. അതെ. അപ്പം മേക്ക് ഇൻ ഇന്ത്യക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ഇന്റർനാഷണൽ ഫാക്ടറീസ് ഒക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ചൈനയിൽ മാത്രം ഉണ്ടായിരുന്ന ഫാക്ടറികളൊക്കെ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. അവർ ചെറിയ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി ഇപ്പം വലിയ രീതിയിൽ എക്സ്പോർട്ടിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ചില ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ അവർ പെർട്ടിക്കുലർ പാർട്സ് മാത്രം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അസംബ്ലിങ് ചെയ്തിട്ട് കൊടുക്കുന്ന രീതിയിലും മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മാറി. അതായത് ഇവിടെ കമ്പാരിറ്റീവ്ലി ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലേബർ കോസ്റ്റ് ചൈനയിലും ഇവിടെയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നുള്ളത് അവൈലബിലിറ്റി ആണ്. അവൈലബിലിറ്റി സാധനങ്ങളുടെ ഇപ്പോൾ ചിപ്പുകളുടെ അവൈലബിലിറ്റി ഇപ്പോഴും ഇന്ത്യനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ചൈനയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചൈന ഒരു ക്ലോസ്ഡ് കൺട്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ചൈന പോയവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അതൊരു പ്യൂർലി ക്ലോസ്ഡ് ആണ്. അതായത് ചൈന നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. നമ്മളിവിടെ അപ്പുറത്തുള്ള ആളെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നത് ചിന്തിക്കുന്നതിന് അവർ നാളെ വേറെ എന്ത് കണ്ടുപിടിക്കാമെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഡീപ് സീക്കിന്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഹോൾ വേൾഡിനെ അങ്ങോട്ട് അതാ പറയുന്നത്. അതായത് നമുക്കറിയില്ല ഡീപ് സീക്ക് അണ്ടർ ഡെവലപ്മെന്റിൽ ഉണ്ടായിരുന്നോന്ന് പോലും. അതെ പെട്ടെന്ന് ഒരു ദിവസമാണല്ലോ ഇങ്ങനെ പെട്ടെന്ന് പുള്ളിക്കാരൻ അങ്ങോട്ട് വരുന്നു,
ഞാനാണ് ChatGPT-നേക്കാളും വലിയ ആളെന്നുള്ള രീതിയിൽ പുള്ളി പ്രൂവ് ചെയ്ത് കാണിച്ചിടാം. നമ്മളോട് തന്നെ ടെസ്റ്റ് ചെയ്തോ എന്നുള്ള രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. നോക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസിങ്ങും അതിൻ്റെ അക്യുറസിയും വെച്ച് നോക്കുമ്പോൾ ChatGPT-നേക്കാളും ബെറ്റർ ആയിട്ട് തന്നെയാണ്. ആർക്കും അതിൽ നെഗറ്റീവ് ഒന്നും ഇതുവരെക്കും ഒരു റിവ്യൂവിലും വരുന്നില്ല. നെഗറ്റിവിറ്റി അങ്ങനെ വരുന്നില്ല. ഈവൻ ChatGPT അക്വയർ ചെയ്ത ഡാറ്റാസ് പോലും ഇവർക്ക് എടുത്തൂടെ? അപ്പൊ പിന്നെ എന്തായാലും അതിന്റെ മുകളിലേക്ക് എടുക്കാമല്ലോ. ശരിയാണ്. ചൈനക്കാർ അതാ പറഞ്ഞ ചൈനക്കാർ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിക്കുമ്പോൾ ചൈനക്കാർ മാർക്കറ്റിൽ ഇപ്പൊ എന്താണോ ട്രെൻഡ്, ആ ട്രെൻഡ് എങ്ങനെ കൂടുതൽ ബിസിനസ് ആക്കി മാറ്റാന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ചൈനക്കാർ. അത് ക്ലോസ്ഡ് കൺട്രി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് അവരുടെ ആ ബിസിനസ് ട്രിക്ക് മനസ്സിലാവാത്തത്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ഓട്ടോമേഷൻ. നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഉണ്ടാവാറുള്ള റിസ്ക് എലമെന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുന്നതിൽ? ഓട്ടോമേഷനിൽ നമ്മൾ ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പം നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ബഡ്ജറ്റ് കോൺഷ്യസ് ആണെങ്കിൽ, എനിക്ക് ഒരുപാട് ബഡ്ജറ്റ് ഇല്ല, പക്ഷേ എനിക്കിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈഫൈ ബേസ്ഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻ പ്രൊഡക്റ്റുകളിലോട്ട് പോയാൽ മതി. വയർലെസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ മാത്രമല്ല വയർലെസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. വയർലെസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ടെക്നോളജിക്ക് വിളിക്കുന്ന ഒരു പേരാണ് വയർലെസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു സിഗ്നൽ മാത്രമാണ് വൈഫൈ എന്ന് പറയുന്നത്. വൈഫൈ ഓർ ബ്ലൂടൂത്ത് അല്ലാണ്ട് ഒക്കെ വേറെ വേറെ വയർലെസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സിഗ്നലാണ് വൈഫൈ. വയർലെസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു സിഗ്നൽ മാത്രമാണ് ഒരാളാണ് വൈഫൈ എന്ന് പറയുന്നത്, മറ്റൊരാളാണ് ബ്ലൂടൂത്ത്. അതുപോലെയാണ് നമ്മളെ കാറിന്റെ കീഴിലുള്ള RF തന്നെ കുറെ റേഞ്ചുകളുണ്ട്. ഇപ്പം നമ്മളെ മൊബൈലിലുള്ള 4G 5G സ്പെക്ട്രം സിഗ്നൽസ്, ഇതൊക്കെ പല പല വയർലെസ് ടെക്നോളജികളാണ്. പക്ഷെ ഇതിനൊക്കെ കോമൺലി വയർലെസ് എന്ന് പറയുന്ന ഒരു വലിയ കാറ്റഗറീൻ്റെ അണ്ടറിലാണ് ഇടുന്നതെന്ന് മാത്രം. അതിൻ്റെ മീനിങ്, അതായത് വയർലെസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഫൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചിപ്പിനെ വയർലെസ് ഓട്ടോമേഷൻ, ഇത് മാത്രമാണ് വയർലെസ് ഓട്ടോമേഷൻ നമ്മൾ വിളിക്കാൻ പാടില്ല. വയർലെസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയേർഡ് ഓട്ടോമേഷൻ പോലെ തന്നെ പ്രൊസസ്സറും കാര്യങ്ങളും ഒക്കെ ഉള്ള പ്രോപ്പർ ഓട്ടോമേഷൻ വയർലെസ്സിലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ സാംസങ്, വിപ്രോ, ഫിലിപ്സ് ഇവരെല്ലാവരും വയർലെസ് ഓട്ടോമേഷൻ ചൂസ് ചെയ്യുന്നത്. വയർലെസ് ഓട്ടോമേഷൻ അത്രയും മോശം ടെക്നോളജി ആണെങ്കിൽ, വയർലെസ് ഓട്ടോമേഷൻ ആണ് ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത്. വയർഡ് ഓട്ടോമേഷൻ സ്റ്റിൽ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ എല്ലാവരും ഇപ്പോൾ ടെക്നോളജി, ഇപ്പോൾ ഫോൺ നമ്മളൊരു 2 വർഷത്തിൽ കൂടുതൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യാറില്ലല്ലോ. 2 വർഷം 3 വർഷം കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ അപ്ഡേറ്റ് ആവും. അതേപോലെ തന്നെയാണ് ഓട്ടോമേഷൻ്റെ കേസാണെങ്കിലും സ്വിച്ചിൻ്റെ കേസാണെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു രീതിയിലോട്ടൊക്കെ നമ്മൾ പോവും ഭാവിയിൽ. അപ്പോൾ ഈ CCTVയിലാണെങ്കിലും ഈ ഓട്ടോമേറ്റഡ് ഗേറ്റിലൊക്കെ ഈ ഒരു രീതിയിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടാവാൻ പോവാം സമീപ ഭാവിയിൽ? ഇപ്പം നമ്മളെ നാട്ടിൽ നമ്പർ പ്ലേറ്റ് റിക്കഗ്നൈസ് ചെയ്തിട്ട് ക്യാമറ ഗേറ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് റിക്കഗ്നൈസ് ചെയ്തിട്ട് ബൂം ബാരിയർ ഓപ്പൺ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൈ ഡിഫോൾട്ട് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ആയി കഴിഞ്ഞു. ഈ വയറിങ് ചെയ്യാതെ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു വയറിംഗും ഇല്ലാതെ നമുക്ക് ബൾബും ഫാനൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിലേക്കൊക്കെ വരുമോ? അതൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മളെ നാട്ടിൽ അതൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. കുറേ ആൾക്കാർക്ക് അതിനെപ്പറ്റി ഇപ്പോഴും അത് ഹൈലി എക്സ്പെൻസീവ് ആണ് എന്ന രീതിയിൽ ചിന്തിക്കുക. അപ്പം എനിക്ക് എൻ്റെ ബെഡ്റൂമിൽ ഒരു ലൈറ്റ് മൊബൈൽ ആപ്പ് വഴി ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബൾബ് മാത്രം വേണമെങ്കിൽ അങ്ങനത്തെ വാങ്ങാൻ കിട്ടും. അത് വൈഫൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബൾബാണ് എന്ന് കരുതി അതിനെ ഓട്ടോമേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ഒരു സ്മാർട്ട് ബൾബാണ്. ആ ബൾബിനെ നിങ്ങൾക്ക് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വോയിസ് കൺട്രോൾ വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ചെയ്യാം. അതിൻ്റെ വില ആകെ 2500 രൂപയോ അല്ലെങ്കിൽ 1500 രൂപയോ വില വരുന്നുള്ളൂ. പക്ഷെ അതിൽ ഇത്രയും ഫീച്ചേഴ്സ്, അതാണ് പറഞ്ഞത്, ഓട്ടോമേഷൻ അല്ലെങ്കിൽ ELV ടെക്നോളജികൾ എന്ന് പറയുന്നത് ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന അത്രയും ലെവലിലോട്ട് ഇത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്ട്രീം ലെവലുകൾ വേറെ ഉണ്ട് കേട്ടോ. ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വേറെ ഉണ്ട്. ഇപ്പം Josh.ai എന്ന് പറയുന്ന ഒരു ഓട്ടോമേഷൻ കമ്പനി ഉണ്ട്. അത് അമേരിക്കയിലൊക്കെയാണ് ഉള്ളത്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ അലക്സ അല്ലെങ്കിൽ ഗൂഗിളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആപ്പിൾ സിരിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആക്കുന്നു ഓഫ് ആക്കണം. ഇപ്പം നമ്മളിപ്പം അലക്സിനോട് പറയണം ആദ്യം ഒരു ലൈറ്റ് ഓൺ ആക്കാൻ പറയും, പിന്നെ രണ്ടാമത് അലക്സിനോട് പറയണം കർട്ടൻ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ Josh.ai എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈറ്റ് ഓൺ ആക്കാതെ കഴിഞ്ഞിട്ട് കർട്ടൻ ഓൺ ആക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈറ്റ് ഓൺ ആക്കിയിട്ട് കർട്ടനും ഓപ്പൺ ആക്കി തരും. രണ്ടും ഒരൊറ്റ സിംഗിൾ കമാൻഡിൽ അത് പറഞ്ഞു. അതായത് നമ്മൾ പറയുന്നത് അതിൻ്റെ AI അൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒരു സമീപകാലത്ത് നമ്മുടെ നാട്ടിലോട്ട് വരും, ഈ ബ്രാൻഡുകളൊക്കെ വരും. ഡാൻസ് ഒരു ഓർഡിനറി മാൻ വന്നിട്ട് ഒരു ELV കൺസൾട്ടൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ ELV കൺസൾട്ടിങ് സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഒരു ബിൽഡിങ്
പല കേസിലാണ് ELVയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ ഒരു വീടാണെങ്കിലും ELVയുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതേപോലെ ഒരു സ്ഥാപനമാണെങ്കിലും ഒരു ELVയുടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. കാരണം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ELV ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ്സ് നമ്മൾ കൊടുക്കും. പൊതുവെ ELV കൺസൾട്ടൻസ് ഡ്രോയിങ്സ് കൊടുക്കത്തില്ല. ഡ്രോയിങ്സ് MEP എഞ്ചിനീയേഴ്സിനെ കൊണ്ടാണ് ഇത് വരപ്പിക്കുക. അപ്പോൾ MEP എഞ്ചിനീയേഴ്സ് ഇലക്ട്രിക്കലിൻ്റെ കേസിൽ പുലികളാണ്, അവരെ ബീറ്റ് ചെയ്യാൻ ആരുമില്ല. പക്ഷേ ELV എന്ന് പറയുന്നത് ഓരോ 6 മാസവും 3 മാസവും കൂടുമ്പോഴും ഇതിങ്ങനെ ടെക്നോളജി അപ്ഡേറ്റ് ആവുന്ന ഒരു സാധനമാകുമ്പോൾ ഇവർക്ക് അതിലോട്ട് പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരൊരു കൊല്ലം മുമ്പ് ഇവർ കണ്ട ELV ടെക്നോളജി എന്തായിരുന്നു അതായിരിക്കും ഡ്രോയിങ്ങിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ പ്രോപ്പർ ELV കൺസൾട്ടൻ്റ് ആകുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്താണ്, അതിന് ഏത് രീതിയിൽ കേബിളിംഗ് ചെയ്യണം, നാളെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ വരാൻ പോകുന്ന ടെക്നോളജി ഏകദേശം എന്താണ്, അതിന് ഈ രീതിയിൽ കേബിളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവോ ഇല്ല, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ഡ്രോയിങ് വരയ്ക്കുന്നുണ്ടാവുക. ഈ ഡ്രോയിങ് പ്രകാരം അവിടെ കേബിളിംഗ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ ELV കൺസൾട്ടൻറ്റിൻ്റെ കമ്പനിയിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സ് വന്നിട്ട് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം അവിടെ ആരാണോ ELVയുടെ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വെണ്ടർ ആ ടീമായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരോട് റെഡി ടു ഇൻസ്റ്റാൾ എന്നുള്ള ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തിച്ചിട്ട് ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തതെല്ലാം കറക്റ്റാണോ, ഇവർ കറക്റ്റായിട്ട് പ്രോഗ്രാം, കാരണം ഹൗസ് ഓണർക്ക് ഇതെല്ലാം കൂടി നോക്കാനുള്ള നേരം ഉണ്ടാവില്ല. ഹൗസ് വാമിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷൻ്റെ സമയത്ത് ഈ സിസ്റ്റംസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെയാണ്, ഇപ്പം കൊട്ടേഷൻ തന്ന സാധനം തന്നെയാണോ വെച്ചതെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ശരിക്കും ELVയിൽ ഒരു ELV സിസ്റ്റം സ്കാം എന്നുള്ള രീതിയിലൊക്കെ ഒരു ടോക്ക് ഉണ്ടായിരുന്നല്ലോ, അത് ഈ ഒരു സംഭവമാണ് അതിന്. അതെ, അതായത് ELVയുടെ പ്രൊഡക്റ്റുകൾ കാണാൻ ഒരേപോലെ ആയിരിക്കും, അത് പല റേഞ്ചിലുണ്ടാവും, ഒരു 5 റേഞ്ചിലൊക്കെ ഉണ്ടാവും ELVയുടെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഒരു ക്യാമറ പറയുകയാണെങ്കിൽ ഒരു 5 മെഗാ പിക്സൽ ക്യാമറ വില കുറഞ്ഞിട്ട് 2000 രൂപയ്ക്കും കിട്ടാനുണ്ടാവും, 60,000 രൂപയ്ക്കും കിട്ടാനുണ്ടാവും. ഞാൻ 60,000 രൂപയുടെ ക്യാമറയാണ് തരുന്നത് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊട്ടേഷൻ തരുന്നു, അതിൻ്റെ അകത്ത് ഞാൻ 5 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഇതിന് 60,000 രൂപ എന്ന് എഴുതുന്നതിന് പകരം 5 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഇത്രയും, ഇതാണ് ലെൻസ്, ഇതാണ് ഇതിൻ്റെ WDRൻ്റെ സൈസ്, കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ മെഷറിങ് എല്ലാം നമ്മൾ എഴുതി, നൈറ്റ് വിഷൻ ഇത്ര മീറ്റർ കിട്ടും എന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എഴുതി, ഇതാണ് എക്സാക്റ്റ് മോഡൽ നമ്പർ, ഇത്ര എഴുതുമ്പോഴാണ് ആ കൊട്ടേഷൻ ഒരു വ്യക്തത ഉണ്ടാവുന്നത്. പൊതുവെ ELVയുടെ വെണ്ടർമാർ ഇങ്ങനെ വ്യക്തതയുള്ള കൊട്ടേഷൻ കൊടുക്കാത്തതുകൊണ്ട് ഇതിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഈ മാനിപ്പുലേഷൻ ഒഴിവാക്കി കൊടുക്കുകയാണ് ഒരു ELV കൺസൾട്ടൻ്റ് എന്ന നിലക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഒരു കസ്റ്റമർക്ക്, ഒരു എൻഡ് യൂസർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന ബെനിഫിറ്റ് ഇതാണ്. ഇപ്പം എല്ലാവരും ചോദിക്കുക ELV കൺസൾട്ടൻറ്റിനെ കൊണ്ടുവന്നുകൊണ്ട് എന്ത് കാര്യം, പുള്ളിക്ക് അഷ്യൂർ ചെയ്യാം എൻ്റെ വീട്ടിൽ വെച്ചതെല്ലാം പ്രോപ്പർ സാധനങ്ങളാണ്. മറ്റേത് പുള്ളിക്ക് അഷ്യൂർ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ വെണ്ടർ പറയുന്നത് എന്താണോ അത് കേൾക്കുക എന്നല്ല, അല്ലെങ്കിൽ ആ കസ്റ്റമർ എന്തായിരിക്കണം, ടെക്നോളജിയിൽ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും ഈ പ്രൊഡക്റ്റൊക്കെ. പക്ഷെ എന്നാലും ഈ ക്യാമറേൻ്റെ എന്താ പറയുക മോഡൽ നമ്പറൊക്കെ നോക്കി അതിനൊന്നും സമയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അല്ലേ? ഇല്ല, പൊതുവെ ഇതൊന്നും നോക്കാനുള്ള നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തോളൂ. നമ്മളിപ്പം ഫൈസൽ മലബാർ പുള്ളിയുടെ വീട്ടിൽ, ഇപ്പം മൈജി AK ഷാജിക്ക പുള്ളിയുടെ വീട്ടിലൊക്കെ നമ്മൾ ഈ കൺസൾട്ടൻസി ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെണ്ടർമാർ മോശമായതുകൊണ്ടല്ല, അതെല്ലാം അവിടെയൊക്കെ ഈ ELV ഓട്ടോമേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഇപ്പം നമ്മൾ തന്നെ ആവണമെന്നില്ല, നമ്മളവിടെ കൺസൾട്ടൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സേഫാണ്, എല്ലാം ഓക്കെ ആണ്, ആസ് ഓഫ് നോ എല്ലാം ഓക്കെ ആണ് എന്ന് അവർക്ക് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് അവരൊരു കൺസൾട്ടൻറ്റിനെ അവരുടെ സൈഡിൽ നിന്ന് വെച്ചു കൊടുക്കുന്നത്. അത് മറ്റുള്ളവരെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ഒരു എക്സ്ട്രാ ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ശരിക്കും ഒരു പ്രീമിയം ലെവലുള്ള ക്ലയൻറ്റിനെയാണ് ശരിക്കും ഒരു ELV കൺസൾട്ടൻറ്റ് എപ്പോഴും എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രീമിയം ലെവലിലുള്ളവർ എയിം ചെയ്യണം എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം പ്രീമിയം ലെവലിലുള്ളവർ ELV കൺസൾട്ടൻസി മസ്റ്റായിട്ട് എടുക്കണം. ഇതിൽ മാനിപ്പുലേഷൻ 100% വരുന്നുണ്ട്, 100% വരുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പൈസ പോകും. അത് ചെറിയ പൈസ ഒന്നല്ല. ഇപ്പോൾ ELV എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 1 ലക്ഷത്തിൻ്റെ താഴെ ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഓട്ടോമേഷൻ ചെയ്യാമെന്ന് എന്ന് കരുതി ലക്ഷറി വീടുകളൊന്നും 1 ലക്ഷത്തിൻ്റെ 2 ലക്ഷത്തിൻ്റെ ഓട്ടോമേഷൻ അല്ല ചെയ്യുന്നത്. അവിടെ 1 കോടി 2 കോടി 3 കോടിയുടെ ഒക്കെ ഓട്ടോമേഷൻ. അപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ, ദുബായിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 4 കോടിയുടെ 5 കോടിയുടെ ഒക്കെ വാല്യൂ ഉള്ള ഓട്ടോമേഷൻ മാത്രം 5-6 കോടിയൊക്കെ വാല്യൂ ഉള്ള പ്രൊജക്റ്റുകൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെ കൺസൾട്ടൻ്റ് ഞാനല്ല, പക്ഷെ ഭാഗമായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളും
അതായത് 5 കോടിയുടെ ഓട്ടോമേഷനും സ്വീകരിക്കാനുള്ള ആൾക്കാർ നാട്ടിലുണ്ട്. ഓക്കെ. ഒരു നോർമലി ഇപ്പോൾ ELV യും MEP യും തമ്മിൽ എന്താണ് വ്യത്യാസം? MEP എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരു MEP എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക. അതേപോലെ ഇപ്പോൾ സൈഡിൽ ഒരു ELV കൺസൾട്ടൻ്റ് ഉണ്ട്. ഇവർ തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻസ്? MEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിന്റെ കാര്യത്തിൽ അവരെ വെല്ലാൻ ആരുമില്ല. MEP എഞ്ചിനീയേഴ്സ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അതവർ വേണോ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ MEP എഞ്ചിനീയർ ഇല്ലെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകൽ വളരെ പ്രയാസമാണ്. MEP എഞ്ചിനീയർ ഉണ്ടെങ്കിലാണ് ആ പ്രൊജക്റ്റ് ഭംഗിയാവുള്ളൂ, വൃത്തിയാവുള്ളൂ. കാരണം ഈ പറയുന്ന കേബിളിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കുന്നതും ലോഡ് ഷെഡ്യൂൾ, ലോഡ് കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം നടത്തുന്ന MEP എഞ്ചിനീയേഴ്സ് തന്നെയാണ്. അവരുടെ നോളജ് ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ ടെക്നോളജി സൈഡിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ അതിൽ അപ്ഡേറ്റഡ് ആണ്. ഞങ്ങൾ ഇവന്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരും അവരുടേതായ ഇവന്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ടെക്നോളജി പരമായിട്ടുള്ള ഇവന്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ എന്താണ് ഈ ടെക്നോളജിയിൽ കുറച്ചും കൂടെ സൗണ്ട് കൂടുതലുള്ളവരാണ്. അപ്പം ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ത് ഇവിടെ തരണം എന്നുള്ളത് വരെ പറഞ്ഞുതരാൻ പറ്റും. ഇപ്പൊ ഒരു ഡ്രോയിങ് വരയ്ക്കാൻ ചിലപ്പം MEP എഞ്ചിനീയേഴ്സിന് ഒക്കെയാണ്, അവർക്ക് പറ്റും. പക്ഷേ ഈ ഡ്രോയിങ് പ്രകാരം അവിടെ ഏത് ടൈപ്പ് വൈഫൈ വെക്കണം, ഇപ്പോൾ ഒരു വീട്ടിൽ വെക്കുന്ന വൈഫൈ അല്ല നമ്മളൊരു ഓഫീസിൽ വെക്കുക. രണ്ട് ടൈപ്പ് വൈഫൈ ആണ് വെക്കുക. ഓഫീസിൽ എത്ര കൺകറന്റ് യൂസേഴ്സ് ഉണ്ട്, അതിൽ എത്ര നേരം കണക്ട് ചെയ്യും, അവർ യൂസ് ചെയ്യുന്ന ഡാറ്റയുടെ വെയിറ്റ് ഏകദേശം എത്ര GB അല്ലെങ്കിൽ എത്ര MB വരും, ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു വൈഫൈ ഒരു ഓഫീസിൽ സജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ആ ഓഫീസ് എന്ന് പറയുന്നത് ബിസിനസ്സാണ് അവിടെ റൺ ചെയ്യുന്നത്. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ വീട്ടിൽ വൈഫൈ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും. വീട്ടിൽ വരുന്ന TV അത് ഏകദേശം OTT ആണെങ്കിൽ ഏകദേശം എത്ര സൈസിലുള്ള TV ആണ്. അപ്പം ഒരു 100 ഇഞ്ചിൻ്റെ TV ഒക്കെ ആണെങ്കിൽ OTT 4K കാണുമ്പോൾ ഇത്ര GB സ്പീഡുള്ള നെറ്റും കാര്യങ്ങളും ഒക്കെ ആ TVക്ക് വേണം. ഇത് അനലൈസ് ചെയ്യാതെ നമ്മൾ ഒരു 1600 രൂപയുടെ വൈഫൈ ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ ശരിയാവത്തില്ല. അവിടെ ചിലപ്പോൾ നമ്മൾ 10,000-ൻ്റെ 20,000-ൻ്റെ 30,000-ൻ്റെ ഒരു വൈഫൈ 30,000 60,000 ഒക്കെ ഉണ്ട്, അത് വേണ്ടി വരും. ഓക്കെ. അപ്പം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് അറിയുന്നത് നമുക്കതിനെപ്പറ്റി നല്ല സൗണ്ട് ഉള്ളതുകൊണ്ടാണ്, നോളജ് ഉള്ളതുകൊണ്ടാണ്. മറ്റേത് നമുക്ക് ഇന്ന സ്ഥലത്ത് ഒരു വൈഫൈയുടെ വയറ് വരണം എന്ന് വരെ പറഞ്ഞു തരാൻ മറ്റുള്ളവർക്ക് പറ്റും. പക്ഷേ എക്സാക്ട്ലി വയറ് വന്നതിന് ശേഷം അവിടെ ഏത് മോഡൽ പ്രൊഡക്റ്റ് വെക്കണം എന്നുള്ളതും അതിന് ഏകദേശം എന്ത് ബഡ്ജറ്റ് ആവും, ഏറ്റവും വില കുറച്ചിട്ട് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതും ആ കൺസൾട്ടന്റിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഡാനിഷ്ക പറഞ്ഞു ഒരുപാട് ഇവൻറ്റുകളിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്, അല്ലാതെ ഏറ്റവും പുതിയ ടെക്നോളജിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ സീക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ. ഡാനിഷ്ക അപ്ഡേറ്റഡ് ആയിരിക്കാൻ ആക്ച്വലി പോകുന്ന ഇവൻറ്റ്സ് ഏതൊക്കെ രീതിയിലാണ് അപ്ഡേറ്റഡ് ആവാറുള്ളത്? ഞാൻ IFSECന് പോകാറുണ്ട്, അത് ഇന്ത്യയിൽ നടക്കുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ഏത് സമയത്താണ് നടക്കുന്നത്? അത് ഇയർലി ട്വൈസ് നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഇയർലി ഇന്ത്യൻ ടെക്നോളജി ഇവന്റ് ആണോ? അതെ, ഇന്ത്യയിലുള്ള ടെക്നോളജി മീൻസ് ജൈടെക്സ് പോലെ ഒന്നല്ല, ജൈടെക്സ് ദുബായിൽ നടക്കുന്നതാണ്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ബാംഗ്ലൂർ സൗത്ത് സൈഡിലാണെങ്കിൽ ഒന്ന് ബാംഗ്ലൂരിലും, നോർത്ത് ആണെങ്കിൽ ഒന്ന് നമ്മളെ മുംബൈ, അവിടെയാണ് ഇത് നടക്കാറ്. നമ്മൾ ഇതിൽ ബാംഗ്ലൂരത്തത് മിസ്സായിട്ടുണ്ടെങ്കിൽ മുംബൈത്തത് അറ്റൻഡ് ചെയ്യും. അങ്ങനെയാണ് ഇത്. ഇതുപോലെ ഇവൻറ്റ്സ് ഇയർലി ട്വൈസ് ഒരുവിധപ്പെട്ട ഇവൻറ്റ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഓട്ടോമേഷന് മാത്രമായിട്ടുള്ള ഇവൻറ്റ്സുകളൊക്കെ ഉണ്ട്. പിന്നെ സെക്യൂരിറ്റിക്ക് മാത്രമായിട്ടുള്ള ഇവൻറ്റ്സുകളുണ്ട്. ഇപ്പോൾ ഞാനൊരു പിക്ചറോ വീഡിയോയോ കണ്ടിട്ട് എനിക്ക് എൻ്റെ യൂസർ എൻ്റെ കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനിപ്പം josh.ai-ൽ ഇങ്ങനൊരു വോയിസ് കൺട്രോൾ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞാലും അതെല്ലാം 1 by 1 ആയിട്ട് ചെയ്തു തരുന്ന ഒരു ഇൻ്റലിജൻ്റ് ഓട്ടോമേഷനാണ് josh.ai എന്ന് പറയുന്നത്. അവരുടെ യുണീക്നെസ് അതാണ് അതർ ബ്രാൻഡുകളിൽ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ഇൻ്റർസെക് പോലത്തെ ഇൻ്റർനാഷണൽ എക്സ്പോയിൽ പോയാലേ കിട്ടുള്ളൂ. ഇന്ത്യൻ എക്സ്പോയിൽ ഇത്രയും കാര്യങ്ങൾ കിട്ടൂല. അപ്പോൾ നമ്മൾ എല്ലാ എക്സ്പോയും അറ്റൻഡ് ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു രീതി. നേരത്തെ ഡാനിഷ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്ഥാപനത്തിലേക്ക് വരുന്ന കംപ്ലീറ്റ് ഗാഡ്ജറ്റ്സ് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ പോലും അതുപോലും ഒരു ELV കൺസൾട്ടൻസ് ആണ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. ELV കൺസൾട്ടന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ വാഷിംഗ് മെഷീൻ AI ഫീച്ചറുള്ള വാഷിംഗ് മെഷീൻ വേണോ, അതിൽ എന്തൊക്കെ ഫീച്ചർ ഉണ്ടെന്ന് വരെ പറഞ്ഞുതരാൻ നല്ലൊരു ELV കൺസൾട്ടന്റിന് പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഗാഡ്ജറ്റ്സ് ഓഫ്ലൈൻ ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ ക്യാമറാസും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ക്ലയൻസ് ഉണ്ടോ? വൺസ് ഓഫ്ലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. ഓൺലൈനേക്കാളും ഓഫ്ലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇപ്പം പണ്ട് അതായത് ഒരു 5-6 കൊല്ലം മുൻപ് ഓഫ്ലൈൻ പ്രൈസും ഓൺലൈൻ പ്രൈസും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ സെയിം ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.
ഓൾമോസ്റ്റ് സെയിം പ്രൈസിങ് തന്നെയാണ്. അപ്പം നമുക്ക് ഹാൻഡ്സ് ഓൺ റിവ്യൂ എടുത്തിട്ട് കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പം തന്നെ വാങ്ങുന്നതാണല്ലോ നല്ലത്. അതല്ലാതെ ഇപ്പോൾ ഈ ക്യാമറാസ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ? ഇതിൽ കുറേ ബ്ലാക്ക് മാർക്കറ്റ് പ്രൊഡക്റ്റുകളുണ്ട്. നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ആ തരുന്ന വെണ്ടർ 100% ഇപ്പോൾ കാനോണിൻ്റെ ഒരു ക്യാമറ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ ക്യാമറ 100% കറക്റ്റ് കമ്പനിയിൽ നിന്ന് തന്നെ പർച്ചേസ് വന്നതാണോ റീഫർബിഷ് ആണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് കൈ കിട്ടി യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഷോപ്പിൽ തന്നെ പോയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഐഫോണ് കണ്ടു കഴിഞ്ഞാൽ ഫ്രഷ് പാക്കറ്റ് സാധനങ്ങൾ വരെ നമുക്ക് റീഫർബിഷ് ആണ് സാധനം, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഫ്രഷ് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഓഫ്ലൈൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൽഡ് ആണോ, നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോപ്പാണോ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഓൺലൈൻ മാർക്കറ്റ് നമുക്ക് ഗ്യാരണ്ടി പറയാം. നമ്മളൊരു പിക്ചറിലാണ് ക്ലിക്ക് ചെയ്യുന്നത്, പക്ഷേ ആ പിക്ചറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരുപാട് സപ്ലൈസ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ടാവും. ഇതിൽ ഏത് സപ്ലയർ ആണോ ആ സാധനം തരുന്നത് അവരുടെ പ്രൊഡക്റ്റാണ് ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ നമ്മൾ എലാം സിസ്റ്റം അതേപോലെ തന്നെ ലൈറ്റ് സിസ്റ്റം ഇതൊക്കെ വരുമ്പോൾ വയേർഡ് ആണോ വയർലെസ് ആണോ ഡാനിഷ് ശരിക്കും പ്രിഫർ ചെയ്യുക? വയേർഡാണ് സ്റ്റെബിലിറ്റി കൂടുതലുള്ളത്. അപ്പം അന്നത്തെ കാലത്ത് ഈ പറയുന്ന വയർലെസ്സും കാര്യങ്ങളൊന്നും എത്രയോ കൊല്ലം, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വന്നതാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അന്നൊക്കെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയേർഡാണ് ഓട്ടോമേഷൻ. വയേർഡ് ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ ബസ് സിസ്റ്റം എന്നാണ് പറയുക. അതിൽ KNX എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ഉണ്ട്, G-ബസ് ഉണ്ട്, കുറേ ഓരോരോ കമ്പനികൾക്കും ഓരോരോ സിഗ്നൽ പ്രോട്ടോക്കോളുണ്ട്. പക്ഷേ ഇതൊക്കെ ബേസിക്കലി റൺ ചെയ്യുന്നത് ഒരു കേബിൾ ത്രൂ ആണ്. അതുകൊണ്ടാണ് ഓട്ടോമേഷൻ ചെയ്യുമ്പം കേബിളിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പണ്ട് കാലത്തുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു BArch അല്ലെങ്കിൽ MArch പഠിക്കുകയാണെങ്കിൽ എൻ്റെ പ്രൊഫസർ എന്നെ പഠിപ്പിച്ച് തരിക അന്നത്തെ സിലബസ് തന്നെയാണ്. ഓട്ടോമേഷൻ, വാട്ട് ഈസ് ഓട്ടോമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കേബിൾ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്നും ഒരു സ്വിച്ചിലോട്ട് പോകണം. ഈ ഒരു പണ്ടത്തെ ഒരു തിയറി ഇതാണ് പറഞ്ഞു തരിക. സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ DBയിൽ നിന്നും നമ്മൾ സ്വിച്ചിലോട്ട് വരുന്ന ഫേസ് ന്യൂട്രൽ അടുത്താണ് ശരിക്കും സർക്യൂട്ട് എന്ന് പറയുന്നത്. പണ്ട് പഠിച്ചത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഓട്ടോമേഷൻ, അങ്ങനെയാണ് ഓട്ടോമേഷൻ വരുന്നത്. ഈ പറഞ്ഞ 10 നില 50 നില ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ലൈറ്റ് എനിക്ക് താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു വയറ് താഴെ വന്ന് താഴെ ഒരു കൺട്രോൾ യൂണിറ്റ് ആയിട്ട് ഇത് കണക്റ്റ് ആയി. ഈ കൺട്രോൾ യൂണിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോരോ ഫ്ലോറിലെ ലൈറ്റുകളും ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ അറിയുന്ന ഒരു ഇൻ്റലിജൻറ്റ് കൺട്രോൾ സിസ്റ്റം ഒരു 10-40 കൊല്ലം മുമ്പ് വന്നു. ഓക്കെ. പിന്നീട് ടെക്നോളജി ഇങ്ങനെ മാറി. ഇപ്പം റോക്കറ്റ് റീലോഞ്ച് ചെയ്യാൻ പറ്റുന്ന റോക്കറ്റ്സ് വരെ വന്നു. ഇലോൺ മസ്ക് ആ രീതിയിൽ ഓരോരുത്തരും പെട്ടെന്നാണ് നമ്മളെ എന്താ പറയുക ലൈഫിലോട്ട് പെട്ടെന്നാണ് കടന്നു വരുന്നത്. ഇപ്പം ഡ്രൈവർ ഇല്ലാത്ത കാറ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, പെട്ടെന്നാണ് വന്നത് ഇതൊക്കെ. അതേപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ബൂമായി വന്നതാണ് വയർലെസ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റെബിലിറ്റി ഇപ്പോഴും വയർഡ് ഓട്ടോമേഷൻ തന്നെയാണ്. പക്ഷെ കോസ്റ്റ് സൈഡിലും ടെക്നോളജി സൈഡിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വയർലെസ് ഓട്ടോമേഷൻ തന്നെയാണ്. അതിൽ ഒരു ഡൗട്ടും പറയാനില്ല. അപ്പോൾ ഞാൻ ഒരു ഡിഫെൻഡ് ചെയ്യാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞങ്ങൾ ലാസ്റ്റ് ചാർജ് മോഡിൻ്റെ രാമനുണ്ണിയായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുള്ളി നമ്മളെ ഫോണിൻ്റെ ചാർജർ വേറെ വയർലെസ്സും വയേർഡും പറയുന്നുണ്ടല്ലോ. ഇപ്പോഴും ഇത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടും വയർലെസ് ചാർജിങ് ഉള്ളത് അത്ര എഫിഷ്യൻ്റ് അല്ല. അത് ഡാനിഷ് ഖാൻ്റെ അഭിപ്രായത്തിൽ ഏത് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വയേർഡ് ചാർജിങ് കിട്ടുന്ന അതേപോലത്തെ ഒരു ലെസ് ടൈമിൽ പെട്ടെന്ന് ചാർജ് ആകുന്ന രീതിയിലൊക്കെ എപ്പോഴായിരിക്കും മാറുക? ഒരു 5-10 കൊല്ലത്തിനുള്ളിൽ വയർലെസ്സിൽ വരെ ഫാസ്റ്റ് ചാർജിങ് വരും. നമ്മളെ കാറ് വരെ ഓൺ ദ വേയിൽ റണ്ണിങ്ങിൽ ഓൺ ദ ഗോ കാറ് ചാർജ് ആവുന്ന സിസ്റ്റം ഇപ്പം പുറം രാജ്യങ്ങളിലുണ്ട്. പക്ഷെ നമ്മളെ രാജ്യത്തേക്ക് ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ ഒരു 10 വർഷത്തിന്റെ ഗ്യാപ്പേ വരുന്നുള്ളൂ. ടെക്നോളജി അപ്പോൾ അതൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു, എല്ലാം വന്നിട്ടുണ്ട്. അതാ പറഞ്ഞ ഇതൊക്കെ വന്നോന്ന് അറിയാൻ ഒന്ന് കാൻഡൻ ഫെയറിനും അങ്ങനത്തെ ഇന്റർനാഷണൽ ഫെയറുകൾക്ക് നമ്മൾ അങ്ങനത്തെ എക്സിബിഷന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ ഏറ്റവും ടെക്നോളജിക്കലി ഫ്രണ്ടിൽ നിൽക്കുന്നത് ചൈനീസ് ആണെന്ന്. പക്ഷെ ഒരു സമയത്ത് ബോഷ് പോലുള്ള കമ്പനീസൊക്കെ ഓൺ ചെയ്ത ജർമ്മൻസ് ഉണ്ടല്ലോ, അവരും ഇതിൽ ഫ്രണ്ടിലായിരുന്നല്ലോ. അവരെ സ്റ്റാൻഡ് ഇപ്പോൾ എവിടെയാണ്? അവരിപ്പോഴും മാർക്കറ്റിൽ തന്നെ ഉണ്ട്. അവരുടെ ചില ജർമ്മൻ ബ്രാൻഡ്സിൻ്റെ ഒക്കെ മോണോപ്പൊളി ഇപ്പോഴും അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് അവർ നിർത്തിയിട്ടുണ്ട്. ഇറ്റാലിയൻ ബ്രാൻഡിൻ്റെ ക്വാളിറ്റിയും ജർമ്മൻ ബ്രാൻഡിൻ്റെ ക്വാളിറ്റിയും ഇപ്പോഴും ജനങ്ങൾക്ക് ആ വിശ്വാസം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. അത് വേറെ തന്നെയാണ്. അതായത് അവർ ഒരു ബ്രാൻഡിന് ഒരു ബിൽഡ് ക്വാളിറ്റി തന്നിട്ടുണ്ട്. ആ ബിൽഡ് ക്വാളിറ്റി മെയ്ഡ് ഇൻ ജർമ്മൻ ആണെങ്കിൽ അത് എല്ലാ രീതിയിലും, മെയ്ഡ് ഇൻ ഇറ്റലി ആണെങ്കിൽ എല്ലാ രീതിയിലും അത് യൂറോപ്യൻ ബ്രാൻഡുകൾക്ക് പൊതുവെ അവർ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല.
അതിപ്പം യൂറോപ്പിൽ ഈ പറയുന്ന വയേർഡ് ഓട്ടോമേഷൻ ബ്രാൻഡുകളും ഉണ്ട്, വയർലെസ് ഓട്ടോമേഷൻ ബ്രാൻഡും ഉണ്ട്. വയർലെസ് ഓട്ടോമേഷൻ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളത് ഇന്ത്യയിലും ചൈനയിലും മാത്രം കണ്ടുപിടിച്ചൊരു ടെക്നോളജി ഒന്നുമല്ല. ഇത് വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. പോളണ്ട് ബേസ്ഡ് ബ്രാൻഡ് ഉണ്ട്, ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡ് ഉണ്ട്, അമേരിക്കൻ ബ്രാൻഡ്സ് ഉണ്ട്. ഇവർക്കൊക്കെ വയർലെസ് ഓട്ടോമേഷൻ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് സാംസങ്. സാംസങ്ങിന് ഓട്ടോമേഷൻ ഉണ്ട്, നമ്മളെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൂ. വയർലെസ് ഓട്ടോമേഷൻ പ്രൊഡക്റ്റുകൾ സാംസങ്ങിനുണ്ട്. ശരിക്കും അനുഷ്ക, നമ്മൾ ലോകത്തിൻ്റെ ഇത്രയും വലിയ വളർച്ചയും അതുപോലെ ഈ ഒരു ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ വളർച്ചയും CCTV ഇതുപോലെയുള്ള രീതിയിലുള്ള വളർച്ചയൊക്കെ പറയുമ്പോഴും ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി. കുറുവാ സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം വന്നിട്ട് പല രീതിയിലും അക്രമങ്ങൾ അഴിച്ചുവിട്ടു, മോഷണങ്ങൾ നടത്തി. CCTVയിൽ ഇവൻ അവരെ കുടുങ്ങി. പക്ഷെ അതാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ശരിക്കും അതൊരു പ്രോപ്പർ CCTV അല്ലെങ്കിൽ ഇത്രയും ഓട്ടോമേഷൻ ആയിട്ടുള്ള രീതിയിൽ ഇത്രയും അറിവുള്ള സ്ഥിതിക്ക് ഡാൻഷിക്ക് അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? അത് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ശരിക്കും? ആക്ച്വലി CCTVയുടെ ഒരു ഫൂട്ടേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നമുക്ക് സൗണ്ടും കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ വീട്ടിൽ ഉള്ളിലുള്ള ആൾക്കാർ കരയുന്നുണ്ട്. അപ്പോഴും ഇവർ പേടിയില്ലാതെ എന്താ പറയുന്ന ആ വാതിലൊക്കെ തല്ലിപ്പൊളിക്കാൻ നോക്കാണ്. ഇവർ ആ പാനിക് സിറ്റുവേഷനിൽ ഇവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഒരാളെ ഫോൺ പോലും വിളിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് ഇവരുണ്ടായിട്ടുണ്ടാവുക. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആ വീടുകളിൽ ബർഗ്ലർ അലാറം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻട്രൂഷൻ അലാറം സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഇത് ഒക്കെ മാൻഡേറ്ററി പോലെയാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻട്രൂഷൻ അലാറം സിസ്റ്റം ഒക്കെ ഉണ്ട്. അതായത് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫയറിൻ്റെ കേസാണെങ്കിൽ ഫയറിൻ്റെ കൺട്രോൾ പാനൽ ദുബായിലെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്റ്റഡാണ്. അതായത് ഇപ്പം എൻ്റെ വീട്ടിലെ സ്മോക്ക് സെൻസറിൽ സ്മോക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അറിയുന്നതിനേക്കാളും മുമ്പേ ഫയറിൻ്റെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടാവും. അത്ര അഡ്വാൻസ് നമ്മൾ വിളിക്കണ്ട, അത് കണക്റ്റഡ് ആണ്. അതേപോലെ ബാങ്ക്, ജ്വല്ലറീസ്, മാൾസ്, ഇവിടെയൊക്കെയുള്ള ക്യാമറ സിസ്റ്റംസ് ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ് പുറം രാജ്യങ്ങളിൽ. അതിന് സബ്സ്ക്രിപ്ഷൻ ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം സേഫാണ്. ഇവിടുത്തെ കേസിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഒരു ക്യാമറ സിസ്റ്റം വെച്ചു. അതും കണ്ടെടുത്തോളം വലിയ മോശമുള്ള ക്യാമറയൊന്നുമല്ല, പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ക്യാമറയുടെ പുറമെ ഞാൻ എന്ത് വെക്കണം എന്നതാണ് ചോദ്യം. ക്യാമറ വെച്ചിട്ടും കുറുവാ സംഘത്തിന് പേടിയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്തെന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് കോൾ പോകുന്ന സംവിധാനം ഓൾറെഡി നമ്മളെ നാട്ടിൽ വന്നു കഴിഞ്ഞതാണ്. പണ്ട് കുറേ വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരിടയ്ക്ക് ജ്വല്ലറിയിലൊക്കെ ഈ പറഞ്ഞ സംവിധാനം വെച്ചാൽ ലൈസൻസ് കിട്ടും എന്നുള്ള ഒരു ഇതൊക്കെ വന്നപ്പം വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്, കള്ളന്മാർക്ക് ഒന്നിനെയും പേടിയില്ലാത്തൊരു കാലത്താണുള്ളത്. നമുക്കിപ്പം പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പോലീസിന് ഈ പറയുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റും. ഇത് ശരിക്കും മാൻഡേറ്ററി ആണല്ലേ? ഒരു മാൻഡേറ്ററി പോലെ ചെയ്യേണ്ടതാണ്. ഹോളിവുഡ് സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല, ഒരു ആക്സിഡന്റ് നടന്നാലോ അല്ലെങ്കിൽ ഒരു മോഷണം നടന്നാലോ ഫയർ ഒക്കെ നടന്നാൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഓട്ടോമാറ്റിക് അവിടെ എത്തും ഒരു കോൾ ചെയ്യുമ്പോൾ. നമ്മൾ വിചാരിക്കില്ല ഇത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത്. ശരിക്കും ഇങ്ങനെ ഒരു കണക്ഷനൊക്കെ അവിടെ ഓൾറെഡി വന്നതുകൊണ്ടായിരിക്കും മേ ബി ഇങ്ങനെ. ഇതുപോലെ ഈ ഒരു കൺവെൻഷനലായിട്ടുള്ള അനലോഗ് ക്യാമറ സിസ്റ്റവും IP ക്യാമറ സിസ്റ്റവും ഒക്കെ ശരിക്കും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ്? ക്യാമറ സിസ്റ്റത്തിൽ കുറച്ച് പ്രൈസ് കുറവുള്ളതാണ് അനലോഗ്. അതായത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ക്യാമറ വെക്കണം എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ, മുറ്റത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് അനലോഗ് ക്യാമറ സിസ്റ്റം മൊബൈലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള അനലോഗ് ക്യാമറ സിസ്റ്റം വെച്ചാൽ മതി. ഇനി എൻ്റെ ആവശ്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള ക്യാമറ സിസ്റ്റത്തിലോട്ടൊക്കെ നമ്മൾ പോകണം. ഉദാഹരണം, ഡിജിറ്റൽ ക്യാമറയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IP ക്യാമറ എന്ന് പറയുന്നത്. IP ക്യാമറാസിൽ ഫീച്ചേഴ്സ് കുറച്ച് കൂടുതലായിരിക്കും. AI ഫീച്ചേഴ്സും AI അൽഗോരിതം ഒക്കെ IP ക്യാമറയിൽ കുറച്ചും കൂടി അക്യുറേറ്റഡ് ആയിരിക്കും. AI എപ്പോഴും ഡെവലപ്പ് ആവുന്നത് ഈ ക്യാമറ കേസിൽ പറയുകയാണ് IP ക്യാമറ സിസ്റ്റത്തിലോട്ടാണ് AI എപ്പോഴും ഡെവലപ്പായി വരിക. ഇപ്പം പണ്ടൊക്കെ മോഷൻ ഡിറ്റക്ഷൻ ഉള്ള ക്യാമറാസ് പണ്ടും ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതൊരു ഇല അനങ്ങിയാൽ വരെ അവിടെ മോഷൻ ഡിറ്റക്ഷൻ്റെ അലാറം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഒരു മനുഷ്യൻ പോയാൽ മാത്രമേ അവിടെ അലാറം അടിക്കുക, അല്ലെങ്കിൽ ഒരു കാറ്, ഹ്യൂമൻ ഓർ വെഹിക്കിൾ, ഇതിലേതെങ്കിലും ഒരു കാര്യം നടന്നാൽ മാത്രമേ അവിടെ അലാറം അടിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ക്യാമറയെ അൽഗോരിതം നമ്മൾ ആ രീതിയിൽ പഠിപ്പിച്ച് കഴിഞ്ഞു ഇപ്പം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ IP ക്യാമറയിലോട്ട് പോകുന്നതാണ് നല്ലത്. IP ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരു 2000-3000 രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു സിംഗിൾ IP ക്യാമറ കിട്ടും. അതിലും ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സംവിധാനങ്ങളൊക്കെ അതിലുണ്ട്.
ഈ സ്മാർട്ട് ലോക്ക് നമ്മൾ പറഞ്ഞില്ല, ഇത് വുഡൻ ഡോസിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? സ്മാർട്ട് ലോക്ക് നമുക്ക് ഇപ്പം സ്റ്റീൽ ഡോർസിലും വുഡൻ ഡോർസിലും UPVCയിലും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് അതാത് ഡോറിൻ്റെ കമ്പനികൾ തന്നെ ഇപ്പോൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സ്റ്റീൽ ഡോർസിൻ്റെ കമ്പനീസിനും ഓൺ ബ്രാൻഡിൽ തന്നെ സ്മാർട്ട് ലോക്കുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ELV ഓട്ടോമേഷൻ ഒരു സൈറ്റിൽ കൺഫേം ആയി കഴിഞ്ഞാൽ അവിടെയുള്ള ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സൊക്കെ ഒരു ബ്രൈബ് ചെയ്യുന്നൊരു സ്കീം ഉണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ടല്ലോ. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നവരാണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ വാങ്ങിയിട്ട് ഒരു വർക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ ഇല്ല. അത് നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മളത് ആലോചിച്ച് കൂട്ടാണ് അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഒരു 90% അങ്ങനത്തെ ആൾക്കാരല്ല, ഒരു 10% ഒക്കെ ഉണ്ടാവും. ആ 10%ന്റെ കാരണക്കാരനും ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും. നമ്മൾ അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാവില്ല. നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നില്ല, അവർ പേയ്മെന്റ് കിട്ടാൻ വേറെ വഴിക്ക് നോക്കല്ലോ. അതാണ് അതിന്റെ കറക്റ്റ്. പക്ഷെ നല്ല ആർക്കിടെക്ട്സുമാർ ആരും ഇതുവരെ ഒരു പേയ്മെന്റും, ഇപ്പം എനിക്ക് ഓൺ കമ്പനിയും ഉണ്ട്, അതല്ലാതെ ഞാൻ കൺസൾട്ടിങ് പോകുമ്പോൾ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഞാനൊരാളടുത്തൊന്നും ഇതുവരെ അങ്ങനത്തെ ഒരു ഡീല് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ ഓപ്പൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് എനിക്ക് പറ്റിയ ഒരു ELV കൺസൾട്ടൻറ്റിനെ ചൂസ് ചെയ്യുക? അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഡാനിഷ് ഖാൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവരെങ്ങനെയാണ് ഡാനിഷ് ഖാൻ്റെ അടുത്തേക്ക് എത്തിയത്? ഇതിന് ELV കൺസൾട്ടൻ്റ് ആവാൻ എന്തെങ്കിലും ഒരു ഇന്ന കോഴ്സുകൾ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു നോംസ് ഉണ്ടോ? എക്സ്പീരിയൻസ് ഓൾവേസ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതിൽ അക്കാഡമിക് നോളജിനേക്കാളും എക്സ്പീരിയൻസിനാണ് അവിടെ വാല്യൂ ഉള്ളത്. പ്രാക്ടിക്കൽ സൗണ്ട് ഉള്ള ആളാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് അദ്ദേഹത്തിന് എല്ലാ രീതിയിലും നോളജ് ഉണ്ടോ നമ്മൾ നോക്കണം. ഇപ്പം ചുമ്മാ അഭിപ്രായം പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഒരു ക്യാമറ എടുത്താൽ പോരെന്ന് വെച്ചാൽ ക്യാമറ ഏതാ നല്ലതെന്ന് വെച്ചാൽ IP ക്യാമറ, അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല. എന്തുകൊണ്ട് IP ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പറയാൻ അവരിൽ ആൻസർ ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് IP ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് AI അൽഗോരിതവും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം വരുന്നത് IP ക്യാമറ സിസ്റ്റത്തിലാണ്. അപ്പം ഇതുപോലെ തന്നെ ഓരോ ELVയിലുള്ള ഓരോരോ ചെറിയ ചെറിയ പാർട്ടിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ നമ്മളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയാൻ പറ്റുന്ന ആളെ മാത്രമേ നമ്മൾ ELV കൺസൾട്ടൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ELV വെണ്ടർമാരെല്ലാവരും കൺസൾട്ടൻ്റ് ആവണം എന്നില്ല. വെണ്ടേഴ്സ് എന്ന് പറയുന്നത് ELV പ്രൊഡക്റ്റുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ടീമാണ് ELV വെണ്ടേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. പക്ഷേ ഇതിനൊരു ഡിസൈനിങ് അവർ ലാസ്റ്റ് ടൈമിൽ വന്നിട്ട് ചെയ്ത് അവസാനം അതിന് മെയിൻ്റനൻസ് വരുമ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് തരുന്ന ഒരു വെണ്ടർ ഒരു കാറ്റഗറി പെടുന്നവരാണ് അവർ. ELV കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഏത് വെണ്ടറെ ചൂസ് ചെയ്യണം, ഏത് പ്രൊഡക്റ്റ് എടുക്കണം. ഇപ്പം ഞാനൊരു വെണ്ടർ ആണെന്ന് വിചാരിച്ചോളൂ, എൻ്റെ കയ്യിൽ എന്താണോ പ്രൊഡക്റ്റ് ഉള്ളത് ഞാൻ അത് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. നേരെ മറിച്ച് ഞാനൊരു കൺസൾട്ടൻ്റ് ആണെങ്കിൽ, ഞാൻ ആ കൺസൾട്ടൻസി എന്ന് പറയുന്ന പ്രൊഫഷനോട് നീതി പുലർത്തുന്ന ആളാണെങ്കിൽ, ഞാൻ അവിടെ എൻ്റെ ബ്രാൻഡിനല്ല ഫോക്കസ് ചെയ്യുക. ഞാൻ അവിടെ ആ കസ്റ്റമർക്ക് എന്താണോ നീഡ്സ് അത് ഫുൾഫിൽ ചെയ്യാൻ മാർക്കറ്റിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ ആ പ്രൊഡക്റ്റൊക്കെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇത് തരാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് പ്രൈസും തരാൻ പറ്റുന്ന വെണ്ടർമാരെയും പുള്ളിക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. ഈ വെണ്ടർ തന്ന കൊട്ടേഷൻ നമ്മൾ കേസ് ടു കേസ് പരിശോധിച്ചിട്ട് ഇതിൽ വെണ്ടർ തന്നതെല്ലാം കറക്റ്റാണോ, മാനിപ്പുലേഷൻ എന്തെങ്കിലും ഉണ്ടോ, ഇത് മനസ്സിലാവില്ല. ഇത് നമുക്ക് വായിക്കുമ്പോൾ വേഗം മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഇതിൽ 10 വെണ്ടർമാരുണ്ട്, ഇതിൽ ഏത് വെണ്ടറാണ് ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കും. ആ ചൂസ് ചെയ്ത ചോയ്സ് ഓൾവേസ് കറക്റ്റായിരിക്കും. അതിൽ പിന്നീട് അതൊരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു എന്ന് ആ കസ്റ്റമർക്ക് ഒരിക്കലും തോന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പ്രീമിയം ക്ലയൻസൊക്കെ റെഫറലാണ്. എനിക്കിപ്പോൾ ഫൈസൽക്കാണെങ്കിലും AK ഷാജിക്കാണെങ്കിലും GTech മെറൂഫ്ക്കാണെങ്കിലും ഇതൊക്കെ റെഫറലാണ്. ഇപ്പം RG ഫുഡ്സ് വിഷ്ണു പുള്ളിയൊക്കെ റെഫറൽ ത്രൂ വന്ന ആൾക്കാരാണ്. കാരണം അവർക്കൊക്കെ ഞാൻ നല്ല സർവീസാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഡാനിഷ് ഖാനോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയാണ്, നമ്മളിപ്പോൾ ഈ സാനിറ്ററി വെയർ ഹാർഡ്വെയറിനൊക്കെ ഷോപ്സ് ഉണ്ടല്ലോ, അതേപോലെ ഒരു കംപ്ലീറ്റ് ELV സിസ്റ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ ഒരു ഷോപ്പ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ? അങ്ങനെ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ?
ഞങ്ങൾക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഓഫീസ് ഉണ്ട്. ഞങ്ങൾ ഓഫീസിന് ഞങ്ങളത് ആക്ച്വലി ഒരു എക്സ്പീരിയൻസ് സെന്റർ ആയിരിക്കും അല്ലേ? എക്സാക്ട്ലി ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണ്. എക്സ്പീരിയൻസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് അവിടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനത്തെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റാക്കിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ച ബോക്സസ് ആണ് കാണുന്നത്. ജസ്റ്റ് ആ ബോക്സിലുള്ള പ്രൊഡക്റ്റ് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കാം, അത്രേ ഉള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് വർക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് സെന്ററിൽ പോകണം. അപ്പോൾ നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് സെന്റർ കേരളത്തിലും ദുബായിലും ഉണ്ട്. അതേപോലെ എക്സ്പീരിയൻസ് സെന്റർ കേരളത്തിൽ ഒരുപാട് ELV വെണ്ടർമാർക്കും ഉണ്ട്. നമ്മൾ എക്സ്പീരിയൻസ് സെന്റർ എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ നമുക്ക് ELVയുടെ ഈ പറഞ്ഞ കോൺട്രാക്ടിങ് സൈഡും ഉണ്ട്, കൺസൾട്ടിങ് സൈഡും ഉണ്ട്. അപ്പം ഒരു ആൾ നമ്മളെ അടുത്തേക്ക് ELVയുടെ ഒരു ഡൗട്ടും ചോദിച്ചിട്ട് വരുമ്പം ഞാൻ വെർബലി പറയുന്നതിനേക്കാളും നല്ലത് പ്രാക്ടിക്കലി പുള്ളിക്ക് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് എക്സ്പീരിയൻസ് ആയി, യെസ് ഇത് പറഞ്ഞത് കറക്റ്റാണ്. മറ്റേത് ഒരു പകുതി മൈൻഡിലായി പോകും. അപ്പോൾ ELV എന്ന് പറയുമ്പോൾ അതിൽ കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതേപോലെ വെണ്ടർ ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കരിയർ ഓപ്ഷൻ ആയിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടോ? ELV നല്ലൊരു കരിയറാണ്. അതായത് ടെക്നോളജി ഇല്ലാത്ത ഒരു കാലഘട്ടം ഇനി വരത്തില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള പിള്ളേർ ELV എന്ന് പറയുന്ന ഒരു കരിയറിലോട്ട് പോകൽ ഇപ്പോൾ കുറവാണ്. പണ്ട് ഒരു 10 കൊല്ലം മുൻപുള്ള ജനറേഷൻ ആ ഒരു പാസ് ഔട്ടായ ആൾക്കാരൊക്കെ ELV കരിയറിൽ സ്റ്റിക്ക് ഓൺ ആണ്. 10 കൊല്ലം 20 കൊല്ലം മുമ്പത്തെ ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. പുതിയ ജനറേഷൻ ഒന്നും ELVനോട് വലിയ താല്പര്യമില്ല. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ELV അത്രയും സിമ്പിളായി മാറി. ഇതിപ്പോൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ELV പഠിക്കേണ്ട ഒരു കാര്യം തന്നെ, അത് പഠിക്കേണ്ട കോഴ്സ് തന്നെയാണ്. അത് പഠിപ്പിക്കുന്ന ഒരുപാട് ഓട്ടോമേഷൻ മാത്രം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, പുറത്തൊക്കെ ഉണ്ട്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയുകയാണെങ്കിൽ ELV വെണ്ടർ, ELV സപ്ലയർ ആവുന്നത് ELV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ക്യാമറ, വൈഫൈ, അലാറം, IT പ്രൊഡക്ട്സ്, നെറ്റ്വർക്ക് പ്രൊഡക്ട്സ് ഇതൊക്കെ സെല് ചെയ്യുന്ന ആൾക്കാർ ELV എന്നതിൻ്റെ അണ്ടറിൽ തന്നെയാണ് വരിക. അപ്പോൾ അത് തന്നെ കമ്പ്യൂട്ടർ പ്രൊഡക്റ്റ് ഇതിൽ വരത്തില്ല. ബാക്കിയുള്ളതൊക്കെ നെറ്റ്വർക്കിംഗ് പ്രൊഡക്ട്സുകൾ, വൈഫൈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ELVയുടെ ഒരു അണ്ടറിൽ തന്നെ വരുന്ന കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ലെവലിലും ഒക്കെ അവിടെ ഒരു ബിസിനസ് സാധ്യത ഉണ്ട്. അതൊക്കെ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് പോകുന്ന ഒരുപാട് ബിസിനസ്സുകാർ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മളെ നാട്ടിലും ഉണ്ട്. നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർ ദുബായിലൊക്കെ വൻ ബിസിനസ് ELVയിൽ ചെയ്യുന്നവരുണ്ട്, വലിയ ബിസിനസ്. അതേപോലെ എനിക്കിപ്പോൾ തോന്നിയാണ്, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ഡിജിറ്റൽ ലോക്ക് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻറ്റൺ ഫെയറിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ട്, എന്തെങ്കിലും ഒരു ബ്രാൻഡ് കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ആക്കിയിട്ട് അത് നമുക്ക് പാൻ ഇന്ത്യ സെൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനൊക്കെ ഇല്ലേ? ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എനിക്ക് ഇപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു ന്യൂ ജനറേഷൻ ലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ELV എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ഉള്ള ബിസിനസ്സാണ്. അതായത് ഓരോ പ്രാവശ്യവും ഇത് ടെക്നോളജി മാറും. അപ്പം നമ്മളെ കയ്യിൽ ഇന്ന് വന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല അടുത്ത വർഷം നമ്മളെ കയ്യിലുണ്ടാവുക. പ്രൊഡക്റ്റ് മാറിയിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് നമുക്ക് കോൺഫിഡൻസ് കൂടുക ചെയ്യാം. അതായത് മാർക്കറ്റിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിനൊക്കെ വെൽക്കമിങ് കിട്ടിക്കൊണ്ടിരിക്കും. ELV പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ആവുന്നതുകൊണ്ട് അപ്ഡേറ്റ് ആവുന്ന പ്രൊഡക്റ്റ് സ്വീകരിക്കാൻ മാർക്കറ്റിൽ ആൾക്കാരുണ്ട്. നമ്മൾ അപ്ഡേറ്റ് ആയ പ്രൊഡക്റ്റ് എപ്പോഴും കൊണ്ടുവന്നാൽ മാത്രം മതി. പക്ഷെ നമ്മുടെ നാട്ടിൽ ശരിക്കും ഇതിനൊരു നെഗറ്റീവ് സൈഡും കൂടി ഇല്ല ഡാൻസ്. നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത് മലപ്പുറത്ത് അവിടെ ഒരു കുട്ടി ഒരു ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്ന സമയത്തൊക്കെ ഇത് ഭയങ്കര ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ELV സിസ്റ്റം ശരിക്കും അത് അത്രയ്ക്കും ആക്യുറേറ്റ് അല്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഡിഫമേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ ടേക്ക്? ആ ഒരു സൈറ്റ് ഞാനും അന്വേഷിച്ചതാണ്. അത് തിരൂർ ഭാഗത്ത് എവിടെയായിരുന്നു ആ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളതായ ഒരു സർക്കിൾ വെച്ചിട്ട് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ആക്ച്വലി സംഭവിച്ചത് അവിടെ ഒരു സെൻസർ ഉണ്ടായിരുന്നു. പക്ഷെ ആ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആ കസ്റ്റമർക്ക് അറിയില്ലായിരുന്നു. ആക്ച്വലി ആ സെൻസർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. ശരിയായ ന്യൂസ് നമുക്ക് അറിയത്തില്ല. സെൻസർ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത്. അതായത് ഈ ഗേറ്റിന് ഇൻബിറ്റ്വീൻ 2 പില്ലറിന്റെ ഇൻബിറ്റ്വീൻ ഒരു സേഫ്റ്റി സെൻസർ ഉണ്ട്. ആ ഒരു സെൻസറിൽ നിന്ന് മറ്റൊരു സെൻസറിലോട്ട് ഒരു ലൈനാണ് പാസ് ചെയ്ത് പോകുന്നത്. ഈ ലൈന് ഒരാൾ ബ്രേക്ക് ചെയ്ത്, ഒരു ഇൻവിസിബിൾ ലൈനാണത്, നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഒരു ലൈനുണ്ട്. ഈ ലൈന് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന ഗേറ്റ് സ്റ്റോപ്പായിട്ട് റിവേഴ്സ് പോകും. ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾക്കൊക്കെ AMC എന്ന് പറയുന്ന ഒരു മെയിൻ ഘടകമുണ്ട്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ, ആ ഒരു വെണ്ടർ അടുത്ത് നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ സെൻസർ എററുകളും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാറും എടുത്തിട്ട് നമ്മൾ പോകും. നമ്മൾ നോക്കുമ്പോൾ ഗേറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പൊതുവേ നോക്കില്ല.
അതൊരു ട്രബിൾ വരുമ്പോൾ നമ്മൾക്കത് മനസ്സിലാവും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ കാറിൻ്റെ കേസാണെങ്കിൽ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ എങ്കിലും കിട്ടും സെൻസർ എറർ ഉണ്ടെങ്കിൽ. ഗേറ്റ് ഓട്ടോമേഷൻ്റെ കേസിൽ മോസ്റ്റ് ഓഫ് ദ ബ്രാൻഡും എറർ വന്നു കഴിഞ്ഞാൽ, അതായത് സെൻസറിന് എറർ വന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ ഒന്നും തരത്തില്ല, അതങ്ങനെ വർക്ക് ചെയ്യും. അപ്പം ഈ കേസിൽ നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഓരോ 3 months കൂടുമ്പോഴും പീരിയോഡിക് ആയിട്ട് ആ വെണ്ടർ വന്നിട്ട് അവിടെ ചെക്ക് ചെയ്യും, സെൻസർ വർക്കിംഗ് ആണോ, ക്യാമറ ഓക്കെ ആണോ, ക്യാമറ ക്ലീൻ ചെയ്യാനുള്ളത് ക്ലീൻ ചെയ്ത് കൊടുക്കും, ക്യാമറയുടെ പാസ്വേഡും സെക്യൂരിറ്റി എല്ലാം ഓക്കെ ആണോ, അൺഓതറൈസ്ഡ് ലോഗിൻസ് ഏതെങ്കിലും സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്നോ, എൻ്റെ ക്യാമറയിൽ റെക്കോർഡിംഗ് എല്ലാം പക്കയാണോ. നമ്മളൊരു ആവശ്യം വരുമ്പോഴാണോ റെക്കോർഡിംഗ് ഒക്കെ നോക്കുക. ആ സമയത്തായിരിക്കും ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചിലപ്പം ആ സമയത്ത് ആവശ്യം ഉണ്ടായിട്ടുണ്ടാവും, അത് ഫുട്ടേജ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് ആ ഒരു സിസ്റ്റം തന്നെ നമുക്ക് വെർത്ത്ലെസ് ആയി. നേരെ മറിച്ച് AMC ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആകുമ്പോൾ അതിൽ പീരിയോഡിക് ചെക്കപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് മന്ത്ലി വരുന്ന ആൾക്കാരുണ്ട്, 3 month ക്വാർട്ടർലി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ക്വാർട്ടർലി വരുന്ന സ്കീമാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ 3 മാസം കൂടുമ്പോൾ അവർ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. ഏത് നമ്മുടെ ഡിവൈസസിൻ്റെ ഹെൽത്ത് ചെക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ റിപ്പോർട്ട് തരും. ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി നമുക്ക് തരും. അതോടെ നമുക്ക് അതുവരേക്കും നമ്മുടെ പ്രൊഡക്റ്റ് സേഫ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ വേറൊരു നെഗറ്റീവ് സൈഡാണ് ശരിക്കും നമ്മുടെ പ്രൈവസി എന്നുള്ളത്. ഈ അടുത്തിറങ്ങിയിട്ടുള്ള ഒരു മലയാള സിനിമയിലുണ്ട്, നായകനായിട്ടുള്ള ആൾ ഒരു വീട്ടിൽ വന്നിട്ട് CCTV ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം ആ വീട്ടിലുണ്ടെന്ന കംപ്ലീറ്റ് സാധനത്തിലേക്കും ഇയാൾക്കൊരു ആക്സസ് ഉണ്ട്. അതുപോലെ ഇപ്പം നമുക്ക് 2000 3000 ഒക്കെ ശരിക്കും നമുക്ക് വൈഫൈ ക്യാമറാസ് ഇവിടെ കിട്ടാണ്ട് നാട്ടിൽ മാർക്കറ്റിൽ. നമ്മുടെ ഡാറ്റാസൊക്കെ പെൻട്രേറ്റ് ചെയ്ത് കയറിയിട്ട് എടുക്കാനുള്ള ഒരു സാധ്യത കൂടുതലില്ലേ? ഇങ്ങനത്തെ സ്റ്റേജിൽ മാത്രമാണ് നമുക്ക് എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ വേണമെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ക്യാമറാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ വരെ ക്യാമറ വിൽക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വരെ നമ്മൾ വിൽക്കുന്ന ആ ക്യാമറ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ ആ ഒരു പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് ആൾക്കാർ അത് ചിന്തിക്കുന്നില്ല. ഒരു ഇൻസിഡന്റ് നടന്ന ഒരു വീഡിയോ ലീക്ക് ആയതിനു ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് ഇത് പ്രൈവസി എൻക്രിപ്ഷൻ ഒന്നും ഇല്ലാത്ത ക്യാമറ ആയിരുന്നു. അപ്പോഴായിരിക്കും ആൾക്കാർ ആലോചിക്കുന്നത് എൻക്രിപ്ഷൻ എന്താ എന്നുള്ളത്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിലൊക്കെ എൻക്രിപ്ഷൻ ഉള്ള പോലെ തന്നെ ക്യാമറ സിസ്റ്റത്തിലും എൻക്രിപ്ഷൻ ഉണ്ട്, വൈഫൈയിൽ എൻക്രിപ്ഷൻ ഉണ്ട്, അതേപോലെ ക്യാമറയിൽ എൻക്രിപ്ഷൻ ഉണ്ട്. എൻക്രിപ്ഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ വൈഫൈയിലോട്ട് അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്തിട്ട് നമ്മളെ ക്യാമറ ആക്സസ് ചെയ്താലും ഈ എൻക്രിപ്ഷൻ കീ ക്രാക്ക് ചെയ്യാതെ ഒരിക്കലും ആ വീഡിയോ ഫുട്ടേജ് പുറത്തേക്ക് പോകില്ല. ആ എൻക്രിപ്ഷൻ കീ നമ്മൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് അത് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസും കുറവാണ്. അങ്ങനത്തെ ബ്രാൻഡുകൾ നമ്മളെ നാട്ടിലുണ്ട്. അതായത് ബിൽറ്റ് ഇൻ എൻക്രിപ്ഷൻ ഉള്ള ക്യാമറ സിസ്റ്റം നമ്മളെ നാട്ടിലുണ്ട്. നമ്മളത് അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഇപ്പം ഈ ക്യാമറയും AI ഫീച്ചർ ഉണ്ടല്ലോ, ഇതിന് വില കുറവാണല്ലോ, അതിന് AI ഫീച്ചറും ഉണ്ടാവും, വിലയും കുറവായിരിക്കും. പക്ഷെ ചിലപ്പോൾ അതിന് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടാവില്ല. ഇതിന് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് വേറൊരു സ്റ്റേജ് പ്രൊഡക്റ്റുകളാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് സെക്യൂരിറ്റിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബ്രാൻഡുകൾ മാത്രമേ എൻക്രിപ്ഷൻ ഉള്ള ക്യാമറാസും സെക്യൂരിറ്റി ഡിവൈസും ഇറക്കുള്ളൂ. യെസ്. ഞാനിപ്പോൾ ഈ ക്യാമറേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സ്നോഡൻ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അപ്പോൾ അതിൽ US നാസ വന്നിട്ട് ഇവരുടെ US ആർമി വന്നിട്ട് മൊത്തത്തിൽ സ്പൈ ചെയ്യുന്ന ഒരു കാര്യം. എഡ്വേർഡ് സ്നോഡൻ എന്ന് പറഞ്ഞാൽ അയാളുടെ റിയൽ സ്റ്റോറിയാണ്. അതിൽ ഒരു സീനുണ്ട്, ഈ ഒരു പാകിസ്ഥാനി ഒരു ബില്യണർ ഉണ്ടാവും. അപ്പോൾ അയാളെ ഇവർ പറയുന്ന ഒരു ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട് അയാളുടെ മകളുടെ പ്രൈവറ്റ് രംഗങ്ങൾ ഇവർ ലാപ്ടോപ്പ് US ഇരുന്നിട്ട് ഓണാക്കും. ഇയാളുള്ളത് വത്തിക്കാനിൽ ഇവിടെ യൂറോപ്പിലെവിടെയാണ്. സോ എന്നിട്ട് ഇയാളുടെ മകളുടെ പ്രൈവറ്റ് രംഗങ്ങൾ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സ്പൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അന്ധകാലത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ക്യാമറ ആകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പ്രൈവസി കംപ്ലീറ്റ് ലൂസാവൂലേ? നമ്മൾ ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ലേഡീസിൻ്റെ വിഷ്വൽസ് ആണെന്നുണ്ടെങ്കിലും അതിനൊന്നും ഇനിയിപ്പോൾ സെക്യൂരിറ്റി ലേഡീസിൻ്റെ എന്നല്ല, കിഡ്സിൻ്റെ ആണെങ്കിലും എനി ടൈപ്പ് ഓഫ് തിങ്സ് ഈസി ആയിരിക്കില്ല നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ. ഇപ്പോൾ തന്നെ പല ടൈപ്പ് ഓഫ് തെഫ്റ്റ്സ് നമ്മളിപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് കേൾക്കിയതാണ്, നിങ്ങൾ അങ്ങനെ വിളിക്കും ഇങ്ങനെ വിളിക്കും, കോൾ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനിപ്പോൾ ക്യാമറയും കൂടി എല്ലാ സ്ഥലത്തും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി കൂടുതലേ? ക്യാമറ എല്ലാ ടെക്നോളജിക്കും രണ്ട് സൈഡ് ഉണ്ട്. പക്ഷെ ഇതിന് വേറൊരു പോസിറ്റീവ് സൈഡും കൂടി ഉണ്ട്. പണ്ടൊക്കെ നമ്മളൊരു മർഡർ നടത്തിയ ഒരാളെയോ അല്ലെങ്കിൽ വാണ്ടഡ് ലിസ്റ്റിലുള്ള ആൾക്കാരെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ AI ഡിറ്റക്ഷൻ വന്നതോടെ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ക്യാമറ ഡിറ്റക്ഷനുള്ള ആളാണെങ്കിൽ അയാളെ ഫേസ് പെട്ടെന്ന് കിട്ടില്ലേ. പുറം രാജ്യങ്ങളിൽ ഇങ്ങനത്തെ ക്യാമറാസ് ഒക്കെ മാൻഡേറ്ററി ആയി മാറി. ഇപ്പോൾ മാളിലൊക്കെ ആണെങ്കിൽ ഫേസ് റെക്കഗ്നേഷൻ മസ്റ്റ് ആണ്. ഫേസ് റെക്കഗ്നേഷൻ ഉള്ള ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട്
ഒരു ഫോട്ടോ കയ്യിലെടുത്തിട്ട് ആ കൺട്രോൾ റൂമിലോട്ട് പോയാൽ മതി. കൺട്രോൾ റൂമിൽ പോയിട്ട് കൺട്രോൾ റൂമിലുള്ള ഓപ്പറേറ്ററോട് ഈ ഫേസ് ഒന്ന് ഡിവൈസിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫേസ് ഉള്ള ആൾ എത്ര പ്രാവശ്യം അവിടെ വന്നു എന്നുള്ളതും ഏതൊക്കെ വഴി കൂടിയാണ് എക്സിറ്റ് ചെയ്തതെന്നുള്ളതും എത്ര മണിക്ക് എക്സിറ്റ് ചെയ്തതെന്നുള്ളതും കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതേ ക്യാമറ സിസ്റ്റം തന്നെ നമ്മൾ സ്ട്രീറ്റിലും വെച്ചിട്ടുണ്ടെങ്കിൽ, ചൈനയിലൊക്കെ ഈ ക്യാമറകളേ ഉള്ളൂ. ചൈനയിൽ എല്ലാ സ്ട്രീറ്റിലും ക്യാമറാസ് ഉണ്ട്. സ്ട്രീറ്റിൽ ക്യാമറാസ് ഇല്ലാത്ത ഒരു രാജ്യമല്ല. ക്ലോസ്ഡ് കൺട്രി ആണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും കൂടി ചൈനയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവർ രാജ്യത്ത് ഒരാൾ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അവരത് ട്രാക്ക് ചെയ്ത്. ഇപ്പൊ പ്രൈവസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇപ്പം ഹോളിവുഡ് മൂവിയിലൊക്കെ കാണുന്ന പോലെ നമ്മളെ ഡാറ്റാസ് ക്രാക്ക് ചെയ്തെടുക്കുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ് തന്നെ നമ്മളെ ഡാറ്റാസ് എടുക്കുന്നുണ്ട്. നമുക്ക് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വാട്സപ്പ് ആയാലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഗവൺമെൻറ്റായിട്ട് അത് തയ്യപ്പിലാണ്. ഗവൺമെൻറ് പോളിസീസ് പാലിച്ച് പോയാലേ അതിന് രക്ഷയുള്ളൂ. സോ അടുത്തൊരു ഇപ്പോൾ ഹോം ഓട്ടോമേഷൻ്റെ കാര്യം ഇൻ പെർട്ടിക്കുലർ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 5-10 years കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഓൾ ഓവർ ദ വേൾഡ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തായാലും പിന്നെയും 10 കൊല്ലം എടുക്കുമെന്ന് താനിഷ്ക പറഞ്ഞു. അപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇനി ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഇന്ത്യയിൽ 10 കൊല്ലത്തിനുള്ളിൽ എല്ലാം സെറ്റ് ആവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 10 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നല്ല, 10 കൊല്ലത്തിനുള്ളിൽ വേൾഡ് ക്ലാസ് ഓട്ടോമേഷനും കാര്യങ്ങളും ടെക്നോളജിയും ഒക്കെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിൽ ഇന്ത്യയിലും ടെക്നോളജിയിൽ അപ് ടു ഡേറ്റഡ് ആയിരിക്കും ഇന്ത്യയിൽ. ഇതിൽ ഇനി വരാൻ പോകുന്ന ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം. ഞാൻ എണീക്കുന്ന സമയം മുതൽ, ഞാൻ രാവിലെ എണീക്കുന്നത് മുതലുള്ള എൻ്റെ റുട്ടീൻസ് ഓട്ടോമേഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം. അല്ലാതെ എല്ലാ സമയത്തും എനിക്കിപ്പോൾ ഫോൺ എടുത്തിട്ട് എൻ്റെ റുട്ടീൻസും കാര്യങ്ങളും ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ മൊബൈലിൽ പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് അതും ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ടൈമിനാണ് ഇപ്പോൾ എല്ലാവരും വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എണീറ്റത് മുതൽ ഞാൻ എൻ്റെ ബെഡിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റർ അവിടെ വർക്ക് ചെയ്യണം. ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ബെഡിൽ ഒരു സൈഡിൽ കൂളിംഗ് ഉണ്ടാവണം, മറ്റൊരു സൈഡിൽ ഹീറ്റിംഗ് ഉണ്ടായിരിക്കണം. എൻ്റെ ഇപ്പം കിടക്കുന്നത് ഞാനാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ബെഡ് സെറ്റ് ആവുന്ന, ഇപ്പോൾ കാറാണെങ്കിൽ നമുക്കറിയാലോ ആ ഒരു സ്റ്റിയറിങ്ങും സിറ്റിങ്ങും ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവുന്ന പോലെ ബെഡിൻ്റെ ആ ഒരു കുഷനിങ് അതിനനുസരിച്ചിട്ട് ഹീറ്റിങ്ങും കാര്യം എൻ്റെ ബോഡി ടെമ്പറേച്ചറിനനുസരിച്ച് എൻ്റെ ബോഡിക്ക് എന്ത് ടൈപ്പ് ഒരു കംഫർട്ടാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ആ റൂമിനെ ആ ഒരു ബെഡിനെയൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഓട്ടോമേഷൻ ഒക്കെ വേൾഡിലുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ നാട്ടിലേക്കും വരാൻ ഇനി വെറും 10 കൊല്ലത്തിൻ്റെ ഒരു ഗ്യാപ്പേ വരുന്നുള്ളൂ. അതേപോലെ നമ്മളൊരു മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഡെയിലി ഷെഡ്യൂൾ നമുക്ക് മനസ്സിലാവുകയാണ്. അതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് റൂമാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുകയാണ്. നമ്മൾ അതിലോട്ട് എൻട്രി ആകുമ്പോൾ മാത്രം തിരിച്ച് ഓൺ ആവുകയാണ്. ആരെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരികയാണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ നാട്ടിലോട്ട് വരാനിരിക്കുന്നുണ്ട്. ശരിക്കും എയും കൂടി വരുമ്പോഴത്തേക്ക് ഫുൾ പൊട്ടൻഷ്യലിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് ചേഞ്ചസ് ഹോം ഓട്ടോമേഷനിൽ വരാൻ സാധിക്കും. ലൈഫ് സ്റ്റൈൽ മാറാൻ പോവാണ്. ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറും. ഇപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ കാറും ബൈക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈലിനെ കാണുന്നത്. വീടിൻ്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെ മാറുകയാണ്. ബിൽഡിംഗ് കൺസെപ്റ്റുകൾ മാറുകയാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടത്തുന്ന, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യുന്ന വീട്, ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നനയ്ക്കുന്ന വീട്, ഇതൊക്കെ ഓൾറെഡി നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞതാണ്. അതിൻ്റെയൊക്കെ നെക്സ്റ്റ് ലെവലുകൾ വരാൻ പോവാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യുന്ന വീടുകൾ, കാര്യങ്ങൾ, അതുപോലെ ഈ പറയുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും പാക്കേജ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും തരുന്നത്. ഞാൻ പറഞ്ഞ വരുൺമേൻ്റെ വീഡിയോയിൽ വരുൺമയ എഴുന്നേറ്റിട്ട് നേരെ പോകുമ്പോൾ വരുൺമേൻ്റെ ഒരു വേറൊരു രൂപം ഇപ്പോൾ ഫ്രണ്ടിൽ വരും. എന്നിട്ട് അവതാർ വന്നിട്ട് പറയും ഇന്ന് 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, സോ ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് 10 മണിക്ക് വേറെ കുറച്ച് പ്രോഗ്രാം ഉണ്ട്, ഞാൻ ഇന്ന് റീൽ എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ വരുൺമയ പോകും ഈ മീറ്റിംഗ് നീ അറ്റൻഡ് ചെയ്യണമെന്ന് പറയും അവതാറിൻ്റെ അടുത്ത്. എന്നിട്ട് അവതാറാണ് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്താനുള്ള സാധ്യത. അതെ, അതുപോലെ തന്നെ ഇപ്പം വരുൺമയൻ്റെ വീഡിയോയിൽ വരുൺമയാണ് ആ മിററിന് മുമ്പിലുള്ളത്. അപ്പം മിറർ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് വരുണിനെയാണ്. അതിന് വേറൊരാൾ പോയി നിൽക്കുമ്പോൾ, ആ വീട്ടിലുള്ള വേറൊരാൾ പോയി നിൽക്കുമ്പം ആ ആളുടെ ഷെഡ്യൂൾസാണ് ആ മിററിൽ വരിക. ആ രീതിയിലൊക്കെ ഡെവലപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവം. ഓക്കെ. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഹോം ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ വരാൻ പോവുകയാണ്. അപ്പം അതിൽ ഡാനിഷ് ആസ് ആൻ ELV കൺസൾട്ടൻറ്റ് ഈ ഒരു ചേഞ്ചസിനെയൊക്കെ എങ്ങനെയാണ് എംബ്രേസ് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് അടുത്തൊരു 5 വർഷം ബിസിനസ്സിൽ നോക്കിക്കാണുന്നത്? നമ്മളിതിൽ ഒരു വലിയൊരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ആളുകൾക്ക് ബേസിക് നോളജ് കുറച്ച് കുറവുണ്ട്. ആ നോളജ് ചൂഷണം ചെയ്തുകൊണ്ട് മറ്റു പലരും ഈ മേഖലയിലോട്ട് കടന്നു വരുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം സെല്ല് ചെയ്യുന്ന ഒരു
വെണ്ടറായിട്ട് അറിയപ്പെടുക, റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ മാത്രം കസ്റ്റമർക്ക് റൈറ്റ് ഇൻഫർമേഷൻ മാത്രം പാസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കൺസൾട്ടൻ്റായിട്ട് അറിയപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെയും ഇനി അങ്ങോട്ടുള്ള എയിം എന്ന് പറയുന്നത്. അതിൽ കൂടി നമുക്ക് ഒരുപാട് റെഫറൻസുകൾ വരുന്നുണ്ട്, ഇപ്പോഴും റെഫറലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റെഫറൽ തന്നെയാണ് നമ്മളെ ഭാവിയിലേക്കുള്ള ബിസിനസ്സിലേക്കുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. യെസ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു അത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.